ഓക്കെ, അപ്പോൾ ഇന്ന് നമ്മൾ പഠിക്കുന്നത് കോർഡിനേറ്റ് സിസ്റ്റംസ് ആണ്. യൂഷ്വലി നമുക്കറിയാവുന്ന ഏറ്റവും സിമ്പിളസ്റ്റ് കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് നമ്മുടെ കാർട്ടീഷ്യൻ കോർഡിനേറ്റ് സിസ്റ്റമാണ് അല്ലേ. അതിനകത്ത് എങ്ങനെയായിരുന്നു അതായത് നമുക്കൊരു 3 ആക്സിസ് ഉണ്ടാവും. അപ്പം ആക്സിസ് വരയ്ക്കുന്നതിൻ്റെ ഒരു കൺവെൻഷനൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അതായത് നമ്മൾ എന്ത് ചെയ്യുക, എപ്പോഴും ഇത് എക്സ് വൈ ഇസഡ് എന്ന് പറയുന്നത് എപ്പോഴും എങ്ങനെയായിരിക്കണം, ഐ ഡോട്ട് ജെ ഈസ് ഈക്വൽ അല്ലെങ്കിൽ ഐ ക്രോസ് കെ ഈസ് ഈക്വൽ ടു ജെ എന്ന് കിട്ടുന്ന കെ എന്ന് കിട്ടുന്ന രീതിയിലായിരിക്കണം നമ്മുടെ കോർഡിനേറ്റ്സ്. അപ്പം ഇത് ഒരു പ്ലെയിൻ, ഇത് എക്സ് ഇത് വൈ എന്നെടുത്തു കഴിഞ്ഞാൽ ഇസഡ് ഒരിക്കലും താഴേക്ക് എടുക്കാൻ പാടില്ല, ഇത് മുകളിലേക്ക് എടുക്കാൻ പാടുള്ളൂ ഇസഡ് അല്ലേ. അതായത് എക്സ് ക്രോസ് വൈ ഈസ് ഈക്വൽ ടു ഇസഡ് എന്ന് കിട്ടണം. അതായത് എക്സ് ക്യാപ്പ് ക്രോസ് വൈ ക്യാപ്പ് ഈസ് ഈക്വൽ ടു ഇസഡ് ക്യാപ്പ്. ഇത് തന്നെയാണ് നമ്മൾ ഈ എഴുതിയിരിക്കുന്ന സാധനം. ഓക്കെ, ഇങ്ങനെ കിട്ടുന്ന കോർഡിനേറ്റ് സിസ്റ്റംസിനെയാണ് നമ്മൾ എന്ത് പറഞ്ഞത്, റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞത്. ഓക്കെ, റൈറ്റ് ഹാൻഡഡ് കോർഡിനേറ്റ് സിസ്റ്റം എന്നൊക്കെ പറഞ്ഞത്. നമുക്കിനി അറിയേണ്ടത്, അപ്പോൾ നമ്മൾ ബേസിക്കലി ഇതാണ് നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത്. ഈ കോർഡിനേറ്റ് സിസ്റ്റംസിൽ അപ്പോൾ ഈ കോർഡിനേറ്റ് സിസ്റ്റംസിൽ നമ്മളൊരു പോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ, നമുക്ക് 3 ഡയമെൻഷനാണ് ഒരു കോർഡിനേറ്റ് സിസ്റ്റം എന്നുണ്ടെങ്കിൽ, നമുക്കൊരു പർട്ടിക്കുലർ പോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ, ഓക്കെ, ഒരു പോയിൻറ്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ നമുക്ക് എന്ത് വേണം, 3 കോർഡിനേറ്റ്സ് വേണം. ആ 3 കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് നമ്മൾ സാധാരണ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇതിനെ ഞാൻ എക്സ് എന്ന് വിളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ സാധാരണ എടുക്കുന്നത് അങ്ങനെയല്ല അല്ലേ, അതുപോലെ തന്നെ വരയ്ക്കാം. ദിസ് ഈസ് എക്സ്, ദിസ് ഈസ് വൈ ആൻഡ് ദിസ് ഈസ് ഇസഡ്. ഇങ്ങനെ എടുത്താലും കാര്യമൊന്നുമില്ല. സോ എക്സ് വൈ ആൻഡ് ഇസഡ്. അപ്പോൾ എക്സ് ക്രോസ് വൈ എന്ന് പറയുന്നത് ഇസഡ് കിട്ടുന്നുണ്ടോ എന്ന് നോക്കണം, റൈറ്റ് ഹാൻഡ് റൂൾ വെച്ചിട്ട്. ഓക്കെ, അപ്പം ഇവിടെ ഞാനൊരു പോയിന്റിനെ റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ചെയ്യുക എന്താണ്, ഇവിടേക്കൊരു ലൈൻ വരയ്ക്കുന്നു. ഓക്കെ, ആൻഡ് ഇതിലേക്കൊരു പെർപെൻഡിക്കുലർ വരയ്ക്കുന്നു. അതേപോലെ ഞാൻ എന്ത് ചെയ്യും, ഇസഡ് ആക്സിസിലേക്കും ഒരു പെർപെൻഡിക്കുലർ വരയ്ക്കും. അപ്പം ഇത് പെർപെൻഡിക്കുലറാണ്, ഇവിടെ പെർപെൻഡിക്കുലറാണ്, ഇവിടെ പെർപെൻഡിക്കുലറാണ്. ഓക്കെ, ഇതൊരു 3 ഡയമെൻഷനിൽ ഇമാജിൻ ചെയ്യണം. നമുക്ക് ഇനി അങ്ങോട്ട് സ്പെറിക്കൽ പറയുന്ന സമയത്ത് ഞാൻ നല്ല ഇമേജസ് തന്നെ കാണിക്കാം. ഇത് നിങ്ങൾക്ക് അറിയാവുന്നതായതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പോൾ നമ്മൾ ഇവിടെ ഈ ഡയറക്ഷനിലേക്ക് വരച്ചിരിക്കുന്ന 3 പോയിൻറ്റ്സ്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് കിട്ടും, കറസ്പോണ്ടിംഗ്ലി വി ഗെറ്റ് 3 കോർഡിനേറ്റ് ഫോർ ദിസ് പോയിൻറ്റ് പി. അപ്പോൾ പി എന്ന് പറയുന്ന പോയിൻറ്റിന് നമുക്ക് 3 കോർഡിനേറ്റ്സ് കിട്ടും. ആ കോർഡിനേറ്റ്സിനെ നമ്മൾ റെസ്പെക്റ്റീവ്ലി എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ്സ് എന്ന് എഴുതുകയും ചെയ്യും. ഓക്കെ, ഇങ്ങനെയാണല്ലോ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റംസ് പഠിച്ചിട്ടുള്ളത്. ഇനി അത് മാത്രമല്ല, ഈ പി എന്ന് പറയുന്ന പോയിൻറ്റിനെ നമ്മൾ വെറുതെ ഒരു പോയിൻ്റ് എന്ന് മാത്രമല്ല പറയാം, അല്ലെങ്കിൽ ആ പി എന്ന് പറയുന്ന പോയിൻറ്റിനെ കറസ്പോണ്ടിങ്ങിലി ഈ ഒറിജിനിൽ നിന്ന്, ഇത് ഈ വരയ്ക്കുന്ന ലൈൻ, രണ്ടാമത്തെ ഈ വൈറ്റ് ലൈൻ എന്ന് പറയുന്ന ഒറിജിനിൽ നിന്ന് വരയ്ക്കുന്ന ഒരു ആർ വെക്റ്റർ എന്ന് നമ്മൾ വിളിക്കാറുണ്ട്. ഒന്നെങ്കിൽ യൂഷ്വലി സ്മോൾ ആർ വെക്റ്റർ എന്ന് വിളിക്കാറുണ്ട് അല്ലേ. അതിനെയാണ് നമ്മൾ എന്ത് പറയുക, ആ പോയിൻറ്റിൻ്റെ പൊസിഷൻ വെക്റ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അപ്പോൾ പൊസിഷൻ വെക്ടറിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുന്നത് എങ്ങനെയായിരുന്നു, അതായത് ഈ പോയിൻ്റ് പിയിലേക്ക് നിങ്ങൾ എത്തണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എക്സ് ഡയറക്ഷനിൽ എത്ര മൂവ് ചെയ്യണം, വൈ ഡയറക്ഷനിൽ എത്ര മൂവ് ചെയ്യണം, ഇസഡ് ഡയറക്ഷനിൽ എത്ര മൂവ് ചെയ്യണം. അങ്ങനെ ആ 3 മൂവ്മെൻറ്റും കൂടെ ചേരുമ്പോഴാണ് നമ്മൾ എവിടെ എത്തുക, പി എന്ന് പറയുന്ന പോയിന്റിലെത്തുക. അങ്ങനെ പി എന്ന് പറയുന്ന പോയിന്റിലെത്താൻ ഓരോ ഡയറക്ഷനിലും എത്ര മൂവ് ചെയ്യുന്നു എന്നുള്ളത് ഒരു ബേസ് യൂണിറ്റിനെ അടിസ്ഥാനമാക്കി നമ്മൾ പറയുന്നതാണ് ആക്ച്വലി. അപ്പം നമ്മൾ, അല്ലെങ്കിൽ വളരെ സിമ്പിളായിട്ട് വെക്ടറിൻ്റെ കൺസെപ്റ്റ് ഇത്രേ ഉള്ളൂ, നമുക്കറിയാം അല്ലേ. അതായത് ഒരു സ്ഥലത്തേക്ക് പോകാൻ വേണ്ടി ഇത് ഈസ്റ്റും ഇത് നോർത്തും ആണെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ ഈ പോയിന്റിലെത്താൻ വേണ്ടി നിങ്ങൾ നോർത്തിലേക്ക് ഇത്ര പോവുക, ഈസ്റ്റിലേക്ക് ഇത്ര പോവുക. ഓക്കെ, അതായത് ഇങ്ങനെ ആയിരിക്കും പോവുക. ദെൻ അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഇവിടെ നിന്ന് ഇവിടെ എത്തിയിട്ടുണ്ടാവും. ഓക്കെ, ഇതാണ് വെക്ടറിൻ്റെ കൺസെപ്റ്റ് പോലൊരു സാധനമാണ്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ആക്ച്വലി വെക്ടേഴ്സ് തന്നെയാണ്. ഇവിടെ നമ്മൾ പറയുന്നത് എന്താണ്, എക്സ് ആക്സിസിൽ നിങ്ങൾ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് പോവുക, പ്ലസ് വൈ ആക്സിസിൽ നിങ്ങളൊരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് പോവുക, ആൻഡ് ഇസഡ് ആക്സിസിൽ ഒരു പർട്ടിക്കുലർ ഡിസ്റ്റൻസ് പോവുക എന്നാണ് പറയുന്നത്. ഇത് ഈ പർട്ടിക്കുലർ ഡിസ്റ്റൻസ് എക്സ് ആക്സിസിൽ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ആ ഡയറക്ഷൻ, ഈ എക്സ് ഞാനിവിടെ എഴുതിയിരിക്കുന്നത് എന്താണ്, ഡയറക്ഷൻ കാണിക്കാൻ വേണ്ടിയിട്ടാണ്. പക്ഷേ ഡയറക്ഷൻ വരുന്നത് നമ്മുടെ മാഗ്നിറ്റ്യൂഡിനെ എഫക്റ്റ് ചെയ്യാൻ പാടില്ല. അതുകൊണ്ട് നമ്മൾ എന്ത് കിട്ടുന്നു, അത് എക്സ് ക്യാപ്പ് ആക്കി മാറ്റുന്നു. ഇത് വൈ ക്യാപ്പ്, ഇത് ഇസഡ് ക്യാപ്പ്. ഓർ സിമിലർലി നമ്മൾ +2 പഠിച്ചാണെങ്കിൽ ഐ ക്യാപ്പ്, ജെ ക്യാപ്പ് ആൻഡ് കെ ക്യാപ്പ്. ഒരാൾ ജോയിൻ ചെയ്തിട്ടുണ്ട്, ഒരു സെക്കൻഡ്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ കോർഡിനേറ്റ് പറഞ്ഞത്. അപ്പോൾ ഇവിടെ എന്തുണ്ടാവും, ഒരു
നമ്പർ ഉണ്ടാവും. ഇപ്പോൾ 3x ക്യാപ്പ് പ്ലസ് 6y ക്യാപ്പ് പ്ലസ് 8z ക്യാപ്പ് എന്നൊക്കെ പറഞ്ഞ് നമ്മൾ പൊസിഷൻ വെക്റ്റേഴ്സിനെ എഴുതാറുണ്ട്. ഓക്കെ, ഇതുവരെയാണ് നമുക്ക് വെക്റ്റേഴ്സിൽ അല്ലെങ്കിൽ നമ്മൾ കോർഡിനേറ്റ് സിസ്റ്റം. ആൻഡ് എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ് എന്ന് പറയുന്നവയുടെ പ്രത്യേകത എന്താണ്? നമ്മുടെ സാധാരണ കാർട്ടീഷ്യൻ സിസ്റ്റത്തിൽ ഇതിനെ നമ്മൾ യൂണിറ്റ് വെക്റ്റേഴ്സ് എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, യൂണിറ്റ് വെക്റ്റേഴ്സ് എന്ന് മാത്രമല്ല, ഇതിനെ നമ്മൾ ബേസിസ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, ഈ ബേസിസ് എന്നുള്ള വാക്ക് നിങ്ങൾ പിന്നീട് എപ്പോഴെങ്കിലും കേൾക്കും, കാരണം അത് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ് ആണ്. ഒരു ജനറൽ പെർസ്പെക്റ്റീവിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടൊരു വാക്കാണ്. എന്ന് വെച്ചാൽ അതായത് നമ്മളിപ്പോൾ ഉദ്ദേശിക്കുന്നത് എന്താണ്? 3 ഡയമെൻഷണൽ സ്പേസിലെ ഏതൊരു പോയിൻറ്റിനെയും, ഓക്കെ, ദാറ്റ് ഈസ് എനി പോയിൻറ്റ് ഓൺ 3D സ്പേസ്, ഓക്കെ, ഷുഡ് ബി റെപ്രസെൻറ്റഡ് യൂസിങ് ദിസ് മെത്തേഡ് അല്ലേ? എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് ക്യാപ്പ്, സംതിങ് ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് സംതിങ് ഇൻറ്റു വൈ ക്യാപ്പ് ഇസഡ് ക്യാപ്പ്. അതായത് നിങ്ങൾക്ക് എക്സ്, വൈ, ഇസഡ് ഇതിൻ്റെ കോമ്പിനേഷനായിട്ട്, ഇതിൻ്റെ ലീനിയർ കോമ്പിനേഷൻ, ദാറ്റ് മീൻസ് സമ്മായിട്ട്. അപ്പോൾ ലീനിയർ കോമ്പിനേഷൻ എന്ന് പറയുമ്പോൾ വെറുതെ അല്ല, ഇവിടെ എന്തെങ്കിലും ഒരു നമ്പറും കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെ 3 എഴുതിയ പോലെ, ഇവിടെ എനിക്ക് 18 എഴുതിയ പോലെ, ഇവിടെ -16 എഴുതി ഇസഡ് ക്യാപ്പ്, എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ് എന്ന് കൊടുത്താൽ എനിക്ക് എന്ത് ചെയ്യാം? അതിൻ്റെ ലീനിയർ കോമ്പിനേഷനായി. ഈ ലീനിയർ കോമ്പിനേഷൻ ഉപയോഗിച്ച് എനിക്ക് ഈ 3 ഡയമെൻഷൻ സ്പേസിലെ ഏത് പോയിൻറ്റിലും പോകാൻ പറ്റും. ഈ പോയിൻറ്റോ ഏത് ഒക്ടൻറ്റിൽ പോയിട്ടും എനിക്ക് എന്ത് ചെയ്യാം? ഈ പറയുന്ന ഇത് കണ്ടുപിടിക്കാം. അതുകൊണ്ട് നമ്മൾ പറയും ഒരു 3 ഡയമെൻഷണൽ യൂക്ലീഡിയൻ സ്പേസ് എന്നതിനെ വിളിച്ചു കഴിഞ്ഞാൽ 3D യൂക്ലീഡിയൻ സ്പേസ് സ്പാൻ ചെയ്യാൻ, എന്ത് ചെയ്യാൻ? സ്പാൻ. ഓക്കെ, ഈ സ്പാൻ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ വേറൊന്നും മനസ്സിലാക്കണ്ട, ഏത് പോയിൻറ്റിനെയും റെപ്രസെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എനിക്ക് എന്ത് മതി? ഈ 3 പേരെ മതി. സോ വി കോൾ ഇറ്റ് ആസ് ബേസിസ്. ഓക്കെ, അതായത് ഇതിൻ്റെ ബേസിസിലാണ് നിങ്ങൾ ഈ സാധനത്തിനെ ഉണ്ടാക്കുക. ഓക്കെ, അപ്പം ഈ ബേസിസ് എന്ന് പറയുന്ന ഒരു ഇമ്പോർട്ടൻറ്റ് കൺസെപ്റ്റാണ്. നിങ്ങൾ ക്വാണ്ടം മെക്കാനിക്സ് പഠിക്കുമ്പോൾ ഒരു പക്ഷേ ലീനിയർ ആൾജിബ്ര എന്ന് പറയുന്നൊരു ടോപ്പിക്ക് പഠിക്കും. അന്നേരം ഇതുമായിട്ട് കണക്റ്റഡ് ആയിട്ട് നിങ്ങൾക്ക് ചിന്തിക്കാവുന്നതാണ്. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ പഠിച്ചത്. ഇനി എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ് ആക്ച്വലി കാണിക്കുന്നത് എന്താണെന്നും കൂടെ നമുക്ക് നോക്കാം അല്ലേ? ഞാനിവിടെ ഇത്ര ഡീറ്റെയിൽ ആക്കുന്നത് വേറൊന്നും കൊണ്ടല്ല, നിങ്ങൾക്ക് അറിയാവുന്നതാണ്. പക്ഷേ നമ്മൾ ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ട് വേണം അടുത്ത കോർഡിനേറ്റ് സിസ്റ്റം പഠിക്കുമ്പോൾ നമ്മൾ ഇതേ കോർഡിനേറ്റുമായിട്ട് കണക്ട് ചെയ്തിട്ട്. അപ്പോൾ എക്സ് ക്യാപ്പ് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഓക്കെ, എക്സ് ക്യാപ്പ് ആക്ച്വലി കാണിക്കുന്നത് എന്താണ്? ഒരു ഡയറക്ഷനാണ് അല്ലേ? എക്സ് ക്യാപ്പ് കാണിക്കുന്ന ഒരു ഡയറക്ഷനാണ്. അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് നമുക്ക് അല്ലെങ്കിലും അറിയാം. എക്സ് ക്യാപ്പിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1. അതായത് മാഗ്നിറ്റ്യൂഡിന് വലിയ പ്രാധാന്യമൊന്നുമില്ല. പ്രാധാന്യമുണ്ട് എന്ന് വെച്ചാൽ 1 ആയിരിക്കണം എന്ന് നിർബന്ധമാണ്. പക്ഷേ എന്തല്ല, ഈ പറയുന്ന പോലെ അതിൻ്റെ ഡയറക്ഷന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്യാപ്പുള്ള ആളെ എടുക്കാറ്. ഓക്കെ, അപ്പോൾ എക്സ് ക്യാപ്പ് എന്ന് വെച്ചാൽ ആക്ച്വലി ഇറ്റ് ഷോസ് എ ഡയറക്ഷൻ. ആ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് എങ്ങനെയാണ് നിങ്ങൾക്ക് അറിയാൻ എത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് 3 കോർഡിനേറ്റ് ഉള്ള ഒരു സിസ്റ്റമാണെന്ന് വിചാരിക്കുക, ദാറ്റ് ഈസ് എക്സ്, വൈ, ഇസഡ്. അതിനകത്ത് വൈയും ഇസഡും എന്ത് ചെയ്യുക? കോൺസ്റ്റൻ്റ് ആയിട്ട് വയ്ക്കാം. ഓക്കെ, ഇല്ലെങ്കിൽ ഞാൻ ഒന്നുകൂടെ കുറച്ചുകൂടി ഈ എക്സ്, വൈ, ഇസഡ് എടുക്കുന്ന എപ്പോഴും കുറച്ചൊരു ഡിഫിക്കൽട്ടാണ്. നമുക്കൊരു അവിടെ നിങ്ങൾക്ക് കാണാൻ പറ്റില്ലല്ലേ, സോറി. ഓക്കെ, നമുക്കിവിടെ വയ്ക്കാം. ഓക്കെ, യൂണിറ്റ് വെക്ടറിൻ്റെ കൺസെപ്റ്റ് ഒന്ന് പറഞ്ഞെങ്കിൽ നിങ്ങൾക്ക് ഇനി യൂണിറ്റ് വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യാനുണ്ട് ആക്ച്വലി. അതായത് നമ്മൾ സ്പെറിക്കൽ പോളാറിലൊക്കെ പോകുമ്പം കോർഡിനേറ്റ് സിസ്റ്റംസ് മാറുമല്ലോ. അപ്പോൾ മാറുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? യൂണിറ്റ് വെക്ടേഴ്സിനെ റീഡിഫൈൻ ചെയ്യേണ്ടി വരും. അതെങ്ങനെ ചെയ്യാം എന്നുള്ളതാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിനകത്ത് ഓക്കെ, അപ്പോൾ ഇതിനകത്തൊരു പോയിൻ്റ്, ഇവിടെ ഞാനൊരു R വെക്ടർ നിങ്ങൾ സങ്കല്പിക്കുക. ഇതൊരു R വെക്ടറാണ്. അപ്പോൾ ഇത് 2 ഡയമെൻഷനാണ്. എക്സും വൈയും മാത്രമേ ഉള്ളൂ. ഞാൻ സിംപ്ലിസിറ്റിക്ക് വേണ്ടി എടുക്കുന്നതാണ്, നമുക്ക് കാര്യം മനസ്സിലാക്കിയാൽ മതി. സോ എക്സും വൈയും ആയിട്ട് എടുത്തു കഴിഞ്ഞാൽ ഇതിനകത്തെ R വെക്ടറിനെ എനിക്ക് എങ്ങനെ എഴുതാം? സംതിങ് ഇൻറ്റു, ഈ സംതിങ്ങിന് എപ്പോഴും ഇങ്ങനെ സംതിങ് എഴുതാതെ എന്തെഴുതാം? AX ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് AY ഇൻറ്റു വൈ ക്യാപ്പ് എന്ന് എനിക്ക് എഴുതാം. ഒരു ഇസഡ് ക്യാപ്പും കൂടെ ഉണ്ടേ 3 ഡയമെൻഷൻ ആകുമ്പോൾ. അപ്പം ഇതാണ് നമ്മുടെ R വെക്ടർ. ഇനി എന്താണ് എക്സ് ക്യാപ്പ് എന്നാണ് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത്. ഒരു സെക്കൻഡ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിലേക്ക് വരാം, തിരിച്ചു വരാം. അപ്പോൾ നമുക്കറിയേണ്ടത് എക്സ് ക്യാപ്പ് എന്താണ് എന്നുള്ളതാണ്. അപ്പോൾ എക്സ് ക്യാപ്പ് എന്ന് പറഞ്ഞാൽ നമ്മൾ സ്ഥിരമായി പഠിച്ചു വെച്ചിരിക്കുന്നത്, അല്ലെ ഐ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഈസ് ദ യൂണിറ്റ് വെക്ടർ
എലോങ് എക്സ് അല്ലേ, എക്സ് ഡയറക്ഷനുള്ള യൂണിറ്റ് വെക്റ്റർ. വൈ ക്യാപ്പ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ദ യൂണിറ്റ് വെക്റ്റർ എലോങ് ഓക്കെ, യൂണിറ്റ് വെക്റ്റർ എലോങ് ഓക്കെ, വെക്റ്റർ എലോങ് വൈ ഡയറക്ഷൻ. ഇങ്ങനെ നമ്മൾ പഠിച്ചു വെച്ചിട്ടുണ്ട്. പക്ഷേ ഇത് നിങ്ങൾക്ക് എല്ലായിടത്തും യൂസ്ഫുൾ ആവില്ല. അതുകൊണ്ടാണ് നമ്മൾ എന്താണെന്ന് കുറച്ചുകൂടെ ഒന്ന് എടുത്ത് പറയാൻ പോകുന്നത്. അപ്പം യൂണിറ്റ് വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്രേ ഉള്ളൂ. അതായത് നിങ്ങൾക്ക് ഇവിടെ 2 കോർഡിനേറ്റ്സ് ഉള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റമാണ്. അതായത് ഒരു 2 ഡയമെൻഷൻ ആണെന്നാണ് അത് സിംപ്ലി മീൻ ചെയ്യുന്നത്. അതായത് 2 നമ്പേഴ്സ് കൊണ്ട് എനിക്ക് എന്ത് ചെയ്യാം, ഈ പ്ലെയിനിലുള്ള ഏത് പോയിന്റ് വേണമെങ്കിലും പറയാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഓക്കെ, അങ്ങനെയുള്ളൊരു സ്ഥലത്ത് ഞാൻ എന്ത് ചെയ്യാണ്, ഒരു കോർഡിനേറ്റിനെ ഫിക്സ് ചെയ്ത് വെക്കുന്നു. സപ്പോസ് എനിക്ക് എക്സ് ക്യാപ്പാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്ന് വിചാരിക്കും. ഞാൻ എന്ത് ചെയ്യണം, കീപ് വൈ ആസ് എ കോൺസ്റ്റൻറ്റ്, വൈ കോൺസ്റ്റൻ്റ് ആക്കി വെക്കുക. ഓക്കെ, എന്നിട്ട് എന്ത് ചെയ്യുക, ഈ എക്സ് കോർഡിനേറ്റിനെ, ഓക്കെ, എക്സ് കോർഡിനേറ്റിനെ ഇപ്പം എക്സ് ഇപ്പോൾ 2 ആണെന്ന് വിചാരിക്കാം. ഓക്കെ, അതായത് ഈ പോയിൻറ്റിൻ്റെ കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് 2, 3 ആണെന്ന് വിചാരിക്കാം. അപ്പോൾ കീപ് വൈ ഈസ് ഈക്വൽ ടു കോൺസ്റ്റന്റ് എന്ന് പറഞ്ഞാൽ ഇത് 3 ആയിട്ട് തന്നെ ഇരിക്കണം, മാറ്റരുത്. ഇനി 2നെ ഞാൻ എന്ത് ചെയ്യുന്നു, ഒരു 2 പ്ലസ് സം ക്വാണ്ടിറ്റി, അതായത് സം ഡി എക്സ് എന്ന് വിചാരിക്കാം, അല്ലെങ്കിൽ 2 പ്ലസ് 0.01 ഓക്കെ, മൂവ് ചെയ്യുക. എന്ന് വെച്ചാൽ ഞാൻ എന്ത് ചെയ്തു, എൻ്റെ പുതിയ കോർഡിനേറ്റ് എന്ന് പറയുന്നത് 2 പ്ലസ് 0.1, 3 ആയിരിക്കും, സംശയമില്ലല്ലോ. അതായത് ഇതെന്ത് ചെയ്യും, സ്ലൈറ്റ്ലി ഒന്ന് ഷിഫ്റ്റ് ചെയ്യും. എങ്ങോട്ട് അതാണ് ഇമ്പോർട്ടൻറ്റ്. ഓക്കെ, ടുവേർഡ്സ് ദ റൈറ്റ്, ഈ ഡയറക്ഷനിലല്ലേ ഷിഫ്റ്റ് ചെയ്യത്തുള്ളൂ. ഞാൻ എന്ത് വേരി ചെയ്ത് കഴിഞ്ഞാൽ, എക്സ് മാത്രം വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂവ് ചെയ്യുന്നത് ഏത് ഡയറക്ഷനിലാണോ, ആ ഷിഫ്റ്റിനൊരു പ്രത്യേകത കൂടിയുണ്ട്. അങ്ങനെ എക്സ് ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്തേ ചേഞ്ച് ചെയ്യാൻ പാടുള്ളൂ, ഒരു ഇൻഫിനിറ്റസിമൽ എമൗണ്ട്, ഒരു വളരെ ടൈനി എമൗണ്ടിൽ നിങ്ങൾ മാറ്റാൻ പാടുള്ളൂ. പക്ഷേ നമ്മുടെ ഈ കേസിൽ, അതായത് കാർട്ടീഷ്യൻ്റെ കേസിൽ നിങ്ങൾ ഇതിൻ്റെ കൂടെ 10 ആഡ് ചെയ്താലും ഒരു പ്രശ്നമില്ല, ഇത്രയും നീളത്തിൽ ഇങ്ങോട്ട് മാറുന്നേ ഉള്ളൂ അല്ലേ, പുതിയ 6 ഇതാവും. ഓക്കെ, പക്ഷേ അത് ഈ പർട്ടിക്കുലർ കേസിലാണ്. പക്ഷേ ഇനി അങ്ങോട്ട് ചെല്ലുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കുക, ആർ വെക്ടറിൻ്റെ കോർഡിനേറ്റ്സിൽ നിങ്ങൾക്ക് ഏതിൻ്റെയാണോ എന്തറിയേണ്ടത്, ഏതിൻ്റെയാണോ ക്യാപ്പ് അല്ലെങ്കിൽ യൂണിറ്റ് വെക്ടർ കാൽക്കുലേറ്റ് ചെയ്യേണ്ടത്, അതൊഴികെ ബാക്കി എല്ലാത്തിനെയും, അത് എത്ര എണ്ണം ഉണ്ടോ അതൊഴികെ ബാക്കി എല്ലാത്തിനെയും കോൺസ്റ്റൻ്റ് ആയിട്ട് ഫിക്സ് ചെയ്തിട്ട് ഈ എക്സ് ക്യാപ്പിന് കറസ്പോണ്ട് ചെയ്യുന്ന കോർഡിനേറ്റിനെ സ്ലൈറ്റ്ലി ഒന്ന് വേരി ചെയ്യുക. ആ വേരിയേഷൻ ഉണ്ടാക്കുന്ന ഒരു ഡയറക്ഷൻ ഉണ്ടാവുമല്ലോ. ഈ കേസിൽ നിങ്ങൾക്ക് എന്ത് കിട്ടും, ഒരു ചെറിയ ആർ ഇങ്ങനെ കിട്ടും. ഇതാണ് എന്ത്, ദ ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ. ഓക്കെ, ഇതാണ് ഡയറക്ഷൻ ഓഫ് ദ യൂണിറ്റ് വെക്ടർ. ഞാൻ ഇതിനെ ഇങ്ങോട്ട് എടുത്ത് വരച്ചു കഴിഞ്ഞാൽ, പക്ഷേ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എത്ര ആവണമെന്നില്ല, 1 ആവണമെന്നൊരു നിർബന്ധമില്ല. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് 1 എന്ന് കിട്ടില്ല. അപ്പോൾ അതിനെ നമ്മൾ എന്ത് ചെയ്യണം, 1 ആക്കണം. അപ്പോൾ സിമ്പിളായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ യൂണിറ്റ് വെക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ പൊസിഷൻ വെക്ടർ എടുത്തിട്ട്, ഓക്കെ, പൊസിഷൻ വെക്ടറിന് വിത്ത് റെസ്പെക്ട്, ഇപ്പോൾ ഞാൻ എക്സ് ക്യാപ്പാണ് കാൽക്കുലേറ്റ് ചെയ്യേണ്ടതെന്നുണ്ടെങ്കിൽ പൊസിഷൻ വെക്ടറിനെ ഞാൻ വൈറ്റിൽ എഴുതാം, അതായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. അതായത് പൊസിഷൻ വെക്ടർ എക്സ് ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യുക, യൂണിറ്റ് വെക്ടർ എക്സ് ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ പൊസിഷൻ വെക്ടറിന് വിത്ത് റെസ്പെക്ട് ടു എക്സ് ഉണ്ടാവുന്ന വേരിയേഷൻ കാൽക്കുലേറ്റ് ചെയ്തിട്ട്, ഓക്കെ, ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ഇതിനെ dr/dx എന്ന് എഴുതാം, കാരണം നമ്മൾ y z കോൺസ്റ്റൻ്റ് ആയിട്ട് കീപ്പ് ചെയ്യുന്നുണ്ട്. എനിവേ dr/dx, അപ്പം നമുക്ക് എന്ത് കിട്ടും, ഈ ചെറിയ ഡിസ്റ്റൻസ് കിട്ടും. ഇനി അതിനെ എന്ത് ചെയ്യണം, അതിൻ്റെ തന്നെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യണം. അതെന്തിനു വേണ്ടിയിട്ടാണ്, അതിനെ 1 ആക്കാൻ വേണ്ടിയിട്ടാണ്. എന്ന് വെച്ചാൽ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആക്കാൻ വേണ്ടിയിട്ടാണ്. ഇത് നമ്മൾ പണ്ടും യൂണിറ്റ് വെക്ടറിന് വെക്ടർ ഡിവൈഡഡ് ബൈ അതിൻ്റെ മോഡുലസ് എന്ന് പറഞ്ഞ് ചെയ്തിട്ടുണ്ട്. ഇതൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ് കേട്ടോ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കേ. കാരണം നമ്മൾ ഇനി പോകുന്ന കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഇത് കാൽക്കുലേറ്റ് ചെയ്യണമെന്ന് വെച്ചാൽ കുറച്ച് പണിയായിരിക്കും. ഓക്കെ, അതായത് ഇവിടെ നിങ്ങൾ കൊടുക്കുന്ന സാധനം എന്ന് പറഞ്ഞാൽ ഈ ആർ എന്ന് പറഞ്ഞാൽ 3, 2 എന്ന് കൊടുക്കരുത്. ആറിൻ്റെ ജനറൽ ഫോമുല എങ്ങനെയാണ്, അതിനകത്ത് വേണം ഇതെല്ലാം കൊടുക്കാൻ. അപ്പോൾ ആറിൻ്റെ ജനറൽ ഫോമുല നമുക്ക് ഇങ്ങനെ എഴുതാം, എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് ക്യാപ്പ്. ഇതിങ്ങനെ എഴുതുമ്പോൾ ഒരു കൺഫ്യൂഷൻ തോന്നരുത്, ഇതെല്ലാം നമ്മുടെ IJK വെക്ടേഴ്സാണ്, യൂണിറ്റ് വെക്ടേഴ്സാണ്. ഓക്കെ, പക്ഷേ ടെക്സ്റ്റ് ബുക്കിൽ നൊട്ടേഷൻ തന്നെ നമ്മൾ ഫോളോ ചെയ്യുന്നേ ഉള്ളൂ. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ എക്സ് ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് വരും, dr/dx എന്ന് പറഞ്ഞാൽ എന്ത് വരും, യു ഗെറ്റ് സം, ഒരു സെക്കൻഡ് ആരോ വിളിക്കും, ക്ലാസ്സിൽ ജോയിൻ ചെയ്യാനുള്ള
ഓക്കെ, അപ്പം നമ്മൾ പറഞ്ഞു വന്നത് ഓക്കെ, അപ്പം നമ്മൾ ഈ റിലേഷൻ ഒന്ന് ഓർത്ത് വയ്ക്കുക. അത് ഉപയോഗിച്ച് നമുക്ക് എക്സ് ക്യാപ്പ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഡി ആർ ബൈ ഡി എക്സ്, ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ഡി എക്സ് ഡെറിവേറ്റീവ് എടുത്തു കഴിഞ്ഞാൽ എന്ത് വരും? ഈ എക്സ് ഇത് എക്സ് ക്യാപ്പ് എന്ന് വരും. ഓക്കെ, ദിസ് എക്സ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ യൂണിറ്റ് വെക്റ്റർ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്, അത് 1 ആയതുകൊണ്ട് നമുക്ക് എക്സ് ക്യാപ്പ് എന്ന് തന്നെ കിട്ടും. ആക്ച്വലി ഈ ഇക്വേഷൻ്റെ യൂസേജ് എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഇപ്പോൾ ഇതിനകത്ത് നിങ്ങൾക്ക് ഈ ഇക്വേഷൻ കൂളാണ്, പ്രശ്നമൊന്നുമില്ല. പക്ഷേ നിങ്ങൾക്ക് സപ്പോസ് വിചാരിക്കുക, ഈ ഇതിനെക്കാട്ടി ഇമ്പോർട്ടൻ്റ് ആയിട്ട് നമുക്ക് വേറൊരു ഇക്വേഷൻ നോട്ട് ചെയ്യാം. സപ്പോസ് നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ട്. ലെറ്റ് മീ ഡിഫൈൻ എ കോർഡിനേറ്റ് സിസ്റ്റം വിത്ത് കോർഡിനേറ്റ് x1, x2 ആൻഡ് x3. ഓക്കെ, ഇത് എക്സ് വൈ ഇസഡ് ഒന്നും അല്ല, നമ്മൾ പഠിക്കാൻ പോകുന്ന ആർ തീറ്റ ഫൈ ആവണമെന്നില്ല, എന്ത് വേണമെങ്കിലും ആവാം. ജനറലി ഉള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം ആണെന്ന് വിചാരിക്കാം. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ x1 cap is equal to, or xi cap in general, xi cap is equal to dr by dx, okay, divided by magnitude of dr by dx. ഇത് ചെയ്താൽ നിങ്ങൾക്ക് കിട്ടുന്നത് എന്താണെന്ന് വെച്ചാൽ, we can represent x1 cap, x2 cap, x3 cap in terms of നമ്മുടെ എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ്. ഓക്കെ, എക്സ് ക്യാപ്പിൻ്റെ അതായത് നമ്മുടെ കാർട്ടീഷ്യനിലെ യൂണിറ്റ് വെക്റ്റേഴ്സിലേക്ക് നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും യൂണിറ്റ് വെക്റ്റേഴ്സിനെ കൺവേർട്ട് ചെയ്യേണ്ടി വന്നാൽ യൂസ് ചെയ്യേണ്ട ഒരു ഇക്വേഷനാണ് ഇത്. ഓക്കെ, ഇതൊന്ന് നോട്ട് ചെയ്ത് വെച്ചേക്കുക. ഇനി നമുക്ക് ബാക്കി പോർഷനിലേക്ക് പോവാം. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണല്ലോ? ഓക്കെ, നമുക്ക് ഇത് ആദ്യത്തെ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറയുന്നത് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം. ഓക്കെ, എന്തുകൊണ്ടാണ് അതിനെ സ്പെറിക്കൽ എന്നൊക്കെ വിളിക്കുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പോൾ സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ നമുക്ക് മനസ്സിലാക്കാനുള്ള സാധനം ഒന്ന്, നമുക്കൊരു ഇതേപോലെ ഈ ഫിഗറിൽ തന്നെ ഞാൻ പറയാം. ഈ ഫിഗറിൽ നിങ്ങൾ നോക്കുക, നമ്മളെല്ലാ കോർഡിനേറ്റ് സിസ്റ്റംസും ആക്ച്വലി പറയുന്നത് വിത്ത് റെസ്പെക്ട് ടു എ റെഫറൻസ് ആണ്. കാരണം നമുക്ക് അറിയാവുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ റെഫറൻസ് ആക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ സംസാരിക്കുക. ഓക്കെ, ഒരു സെക്കൻഡേ, കളർ ഓക്കെ, അറിയാവുന്ന ഒരു കോർഡിനേറ്റ് സിസ്റ്റത്തിനെ, ഇപ്പം നമ്മുടെ ഈ കേസിൽ ഈ എക്സ് വൈ സെഡ് എന്നുള്ളത് ഒരു കാർട്ടീഷ്യൻ സിസ്റ്റമാണ്. ഈ കാർട്ടീഷ്യൻ സിസ്റ്റത്തിനെ റെഫറൻസ് ആക്കി എടുത്തുകൊണ്ടാണ് നമ്മൾ എന്ത് പറയാൻ പോകുന്നത്, നമ്മുടെ ആർ തീറ്റ ഫൈ എന്ന് പറയുന്ന പുതിയൊരു കോർഡിനേറ്റ് സിസ്റ്റം പറയാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ ആ കോർഡിനേറ്റ് സിസ്റ്റം നമുക്ക് നോക്കാം. എങ്ങനെയാണ് സ്പെറിക്കൽ പോളാർ കോർഡിനേറ്റ് സിസ്റ്റം അല്ലെങ്കിൽ സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം നമ്മൾ പറയാം. ഓക്കെ, ഇതിനെ സ്പെറിക്കൽ എന്ന് പറയാനുള്ള റീസൺ ഇതൊക്കെ നമുക്ക് മനസ്സിലാക്കണം. അപ്പോൾ ഇതിന് ഇത്രേ ഉള്ളൂ, ഒരു ഒറിജിൻ വേണം. ഓക്കെ, നമ്മുടെ ഇസഡ് ആക്സിസിൽ നോക്കിക്കഴിഞ്ഞാൽ ആദ്യത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് എന്താണ്, ഈ പോയിന്റ്, ഇതാണ് നമ്മുടെ പോയിന്റ് എന്നായിരിക്കും. ഈ പി എന്ന് പറയുന്ന പോയിന്റിനാണ് ഞാൻ റെപ്രസെൻ്റ് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഒറിജിനിൽ നിന്ന് ആ പോയിന്റ് വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്ത് പറയുന്നത്, ആർ എന്ന് പറയുന്ന കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ അതിൻ്റെ ആദ്യത്തെ കോർഡിനേറ്റ് എന്ന് പറയുന്നത് ആർ ആണ്. ആൻഡ് ഐ കോൾ ദിസ് ആർ ആസ് റേഡിയൽ ഡിസ്റ്റൻസ്. ഓക്കെ, അത് ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ആ ഫിഗർ ഒന്നുകൂടെ വരയ്ക്കാം. ഞാൻ വരച്ചാൽ അത്ര ഭംഗിയാവില്ല. എനിവേ നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങളും ഇതൊന്ന് ഡ്രോ ചെയ്യാൻ അറിഞ്ഞിരിക്കണം. ഓക്കെ, ഏകദേശം ഒരു ഓക്കെ ആണെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ ഒരു പോയിൻ്റ് മാർക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു ഇത് സ്പേസിലാണ്, ഈ പ്ലെയിനിലൊന്നും അല്ല. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന്, ഓക്കെ, ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ടെന്ന് വിചാരിക്കുക. ഈ പോയിൻ്റ് പി ആണ്. ആ പോയിൻറ്റിൻ്റെ ഫസ്റ്റ് കോർഡിനേറ്റ് എനിക്ക് കണ്ടുപിടിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് ചെയ്യാം, ഐ ക്യാൻ ടേക്ക് ദ ഡിസ്റ്റൻസ്. ഓക്കെ, അതിനെ ഞാൻ റേഡിയൽ ഡിസ്റ്റൻസ് എന്നാണ് വിളിച്ചത്.
ദാറ്റ് ഈസ് നോട്ട് എ ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു സം വാല്യൂ പറയാം. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു സം വാല്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓക്കെ, സപ്പോസ് ആർ ഈസ് ഈക്വൽ ടു 2 മീറ്റർ എന്ന് പറഞ്ഞു. ഓക്കെ, അപ്പം ആർ തീറ്റ ഫൈ എന്നാണ് നമ്മുടെ കോർഡിനേറ്റ്. ഞാൻ തീറ്റ ഫൈ ഒക്കെ എന്താണെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഓക്കെ, വേണ്ട അവിടെ എഴുതേണ്ടത്. ഓക്കെ, നമ്മുടെ കോർഡിനേറ്റിൽ ഞാൻ പറഞ്ഞത് ആർ തീറ്റ ഫൈ. അപ്പം നമ്മൾ എക്സ് വൈ സെഡ് എഴുതുന്ന പോലെ ഇങ്ങനെ ട്രിപ്ലെറ്റ് ആയിട്ട് എഴുതാം. അപ്പോൾ അതിനകത്ത് ആദ്യത്തെ ആറ് ഞാൻ എന്ത് പറഞ്ഞു, 2 മീറ്റർ എന്ന് പറഞ്ഞു. ഇനി ബാക്കി രണ്ടുപേരും കൂടെ എഴുതാനുണ്ട്. അപ്പോൾ ഇങ്ങനെ ഞാൻ 2 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് മനസ്സിലാക്കാം? നിങ്ങൾക്ക് ഇത് ഇമ്പോർട്ടൻ്റ് ആണ് ഇനി പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ 2 മീറ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിന്, അതായത് ഈ ഒറിജിനിൽ നിന്ന് 2 മീറ്റർ അകലെയുള്ള പോയിൻറ്റ് എന്ന് മാത്രമുള്ള ഡേറ്റ ഇതിനകത്തൊന്ന് കിട്ടിയിട്ടുള്ളൂ, വേറെ ഒന്നും കിട്ടിയിട്ടില്ല. ആർ ഈസ് ഈക്വൾ ടു 2 മീറ്റർ എന്ന് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത് എന്താണ്, അതിൻ്റെ ഒറിജിനിൽ നിന്ന് അവിടേക്ക് എത്ര ദൂരം ഉണ്ടെന്ന്, 2 മീറ്റർ ദൂരം ഉണ്ടെന്ന് അറിയാം. പക്ഷേ അതുകൊണ്ട് ഒരു ഗുണമുണ്ട്. എന്താണ് അതുകൊണ്ട് എനിക്ക് പറയാം, ഇതിൻ്റെ അർത്ഥം അതായത് ആറ് ഫിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ഈ പോയിൻ്റ് കിടക്കുന്നത് 2 മീറ്റർ റേഡിയസ് ഉള്ള ഒരു സ്ഫിയർ എനിക്കിവിടെ സങ്കല്പിക്കാമല്ലോ. ഓക്കെ, ഞാൻ വേറെ ഒരു ഫിഗർ കാണിച്ചു തരാം. ആ ഫിഗർ ഞാൻ ഇത്തിരി കഴിഞ്ഞിട്ട് പറയാം. അപ്പം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞിട്ട് കണ്ടു നോക്കുക, അപ്പോൾ ഒന്ന് കുറച്ചുകൂടെ ക്ലിയർ ആവും. അപ്പോൾ അതായത് ആർ ഈസ് ഈക്വൽ ടു 2 മീറ്റർ ഉള്ള ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഇതിങ്ങനെ കറങ്ങി വരുന്ന ഒരു സ്ഫിയർ എടുത്തു കഴിഞ്ഞാൽ ആ സ്ഫിയറിൻ്റെ സർഫസിലായിരിക്കും ഈ പോയിൻ്റ് എന്ന് എനിക്ക് മനസ്സിലാക്കാം. ഓക്കെ, അതായത് തീറ്റയും ഫൈയും എന്ത് വേണമെങ്കിലും ആവാം. കാരണം ഞാനിപ്പോൾ ഒന്നും പറഞ്ഞിട്ടില്ല. ആറ് മാത്രം ആറ് മാത്രം ഒരു കോൺസ്റ്റൻ്റ് ആയിട്ട് എടുത്തു. ആൻഡ് തീറ്റ ആൻഡ് ഫൈ എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ വേരി ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗെറ്റ് എ സ്ഫിയർ. ഓക്കെ, അതായത് നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു സ്ഫിയറിൻ്റെ സർഫസിൻ്റെ പർപ്പസ് വരുന്ന സമയത്ത്, ഓക്കെ, ഇപ്പോൾ ഒരു സ്ഫിയറിൻ്റെ സർഫസ് ലുള്ള പോയിൻറ്റ്സോ അല്ലെങ്കിൽ സ്ഫിയറിൻ്റെ സർഫസ് ഏരിയ ഒക്കെ കാൽക്കുലേറ്റ് ചെയ്യേണ്ട സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, ഇത്തരം ഒരു ഐഡിയ ഉപയോഗിക്കാം. കാരണം എന്താണ്, അവിടെ നിന്ന് ഒരു ഈക്വൽ ഡിസ്റ്റൻസിലുള്ള പോയിൻറ്റ്സിനെ എല്ലാം നമുക്ക് എന്ത് ചെയ്യാം, കളക്ട് ചെയ്യാം. ആൻഡ് വി ഗെറ്റ് ഇറ്റ് ആസ് എ സ്ഫിയർ നോട്ട് എ സർക്കിൾ. കാരണം ഇതൊരു 3 ഡയമെൻഷൻ സാധനമാണ്. ഓക്കെ, ഇതാണ് നമ്മുടെ ഫസ്റ്റ് കോർഡിനേറ്റ്, റേഡിയൽ ഡിസ്റ്റൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അത് കൺഫ്യൂഷൻ ഇല്ലെന്ന് വിചാരിക്കുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിക്കണം. ഓക്കെ, പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താണ്, ഇപ്പോൾ ഇത് നമ്മുടെ ഇതിരിക്കുന്നത് ഒരു സ്ഫിയറിൻ്റെ സർഫസിലാണ്. ഓക്കെ, എവിടെയാണെന്ന് വേറെ നമുക്ക് ഐഡിയാസ് ഒന്നുമില്ല. വേറെ എവിടെ വേണമെങ്കിലും ആവാം, അല്ലെങ്കിൽ ആ സ്ഫിയറിൻ്റെ സർഫസിൽ എവിടെ വേണമെങ്കിലും ആവാം. ഇനി ബാക്കി 2 കോർഡിനേറ്റും കൂടെ പറഞ്ഞാലേ എനിക്ക് സ്പെസിഫിക്കലി അതെവിടെയാണെന്ന് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ അതിനു വേണ്ടി ഞാൻ എന്ത് ചെയ്യാണ്, അടുത്ത കോർഡിനേറ്റ് നോക്കുകയാണ്. അടുത്ത കോർഡിനേറ്റ് തീറ്റയാണ്. ഓക്കെ, ഇറ്റ് ഈസ് കോൾഡ് പോളാർ ആംഗിൾ. ഓക്കെ, ഇതിനെ നമ്മൾ പോളാർ ആംഗിൾ എന്ന് വിളിക്കും. ഓക്കെ, പോളാർ ആംഗിൾ എന്നാണ് അതിനെ വിളിക്കുക. ഈ ആംഗിൾ തീറ്റ. ഈ തീറ്റ എന്ന് പറഞ്ഞാൽ എവിടെ നിന്ന് എടുക്കുന്നതെന്ന് നോക്കണം. നമ്മുടെ ഈ റേഡിയൽ ഡിസ്റ്റൻസ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. ആ ഡിസ്റ്റൻസിലേക്ക് അല്ലെങ്കിൽ ഒറിജിനും പോയിൻറ്റും കൂടെ കണക്ട് ചെയ്യുന്ന ലൈൻ നമ്മുടെ ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണെന്ത്, തീറ്റ. ഓക്കെ, ഒരു വെർട്ടിക്കൽ ഒരു ആക്സിസ് ഉണ്ട്, അതുമായിട്ട് ഇതിനെ നമ്മൾ പോളാർ എന്ന് പറഞ്ഞാൽ സംതിങ് ലൈക്ക് എ പോളാണ്. ഓക്കെ, നമ്മൾ ഇതിനെ കോലാറ്റിറ്റ്യൂഡ് എന്നും വിളിക്കാറുണ്ട്. ഓക്കെ, കാരണം ലാറ്റിറ്റ്യൂഡിന് നേരെ ഓപ്പോസിറ്റ് ആയിട്ടാണ് ഈ സാധനം എടുക്കുന്നത്. അതായത് നിങ്ങൾക്കറിയാം, ഒരു എർത്ത് എടുത്തു കഴിഞ്ഞാൽ ഇത് 0 ഡിഗ്രിയാണ്. ഓക്കെ, ഇവിടുന്ന് മുകളിലേക്ക് പോകുന്നതനുസരിച്ച് എന്ത് ചെയ്യും, ആംഗിൾ കൂടി ഇവിടെ എത്തുമ്പോൾ 90 ഡിഗ്രി ആവും അല്ലേ, ലാറ്റിറ്റ്യൂഡ്. പക്ഷേ ഇത് നേരെ തിരിച്ചാണ്. നിങ്ങൾ ഇവിടുത്തേത് 0യും ഓക്കെ ഈ സർഫസിന് മേളിലോട്ടും നേരെ തിരിച്ച് ഈ പോയിൻ്റ് ഈ പി നേരെ ഈ ഇസഡ് ആക്സിസിൽ തന്നെ വന്നു കഴിഞ്ഞാൽ എന്താവും, അതായത് ഇവിടെ വന്നു കഴിഞ്ഞാൽ എന്താവും, അത് 0 ആവും. ഇതിന് നേരെ ഓപ്പോസിറ്റാണ്. നമ്മൾ സാധാരണ ലാറ്റിറ്റ്യൂഡ് പറയുന്നതിൻ്റെ ഓപ്പോസിറ്റ് ആയതുകൊണ്ട് വി കോൾ ഇറ്റ് ആസ് കോ ലാറ്റിറ്റ്യൂഡ് ആൾസോ. അത് നിങ്ങളത് കാര്യമാക്കണ്ട, ഞാൻ വേറൊരിടത്ത് ആ ടൈം അങ്ങനെ കേട്ടിട്ടുള്ളത് കൊണ്ട് പറഞ്ഞാണ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്നതാണ് നമ്മുടെ സെക്കൻഡ് കോർഡിനേറ്റ്. അപ്പോൾ തീറ്റ എന്ന് പറയുന്ന കോർഡിനേറ്റ് ഞാൻ വിളിക്കുന്നത് പോളാർ ആംഗിൾ എന്താണ് എന്ന് നിങ്ങൾക്ക് ക്ലാസ് എടുക്കുന്ന സമയത്ത് അപ്പുറത്തെ വീട്ടിലെ പട്ടി നല്ല കുരയാണ്. ഓക്കെ, അപ്പോൾ പോളാർ ആംഗിൾ ഇനി എന്താണ്, അത് വേരി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നൊക്കെ നമുക്കൊന്ന് നോക്കാം. ഓക്കെ, ആദ്യം നമുക്ക് എന്ത് ചെയ്യാം, ഈ പോളാർ ആംഗിൾ വേരി ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ആരെ ചെയ്യുന്നു, അപ്പോൾ ഒരു കോർഡിനേറ്റ് വേരി ചെയ്യുമ്പോൾ എന്തൊക്കെ മാറ്റം ഉണ്ടാവുന്നു എന്നറിയാൻ ബാക്കി 2 പേരെയും എന്ത് ചെയ്യുക, ഫിക്സ് ചെയ്യുക. അപ്പോൾ ഞാൻ എന്ത് ചെയ്യുന്നു, ഓക്കെ, ഞാൻ അടുത്തേം കൂടെ പറഞ്ഞിട്ട് നമുക്ക് അതിലേക്ക് വരാം. ഫൈയും കൂടെ പറഞ്ഞു കഴിഞ്ഞാൽ എളുപ്പമാണ്.
അപ്പോൾ അടുത്തതെന്ന് പറഞ്ഞാൽ ഫൈ എന്ന് പറയുന്ന കോർഡിനേറ്റ്. ഓക്കെ, ഈ ഫൈ എന്ന് പറയുന്ന കോർഡിനേറ്റിൻ്റെ പ്രത്യേകത എന്താ നമുക്ക് നോക്കാം. ഫൈ എന്ന് പറയുന്നത് ഇച്ചിരി കൂടെ കോംപ്ലിക്കേറ്റഡ് ആണ്. അതായത് ഫൈ വെറുതെ അല്ല എടുത്തേക്കുന്നത്. ഈ ആംഗിൾ നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. ഇതാണ് നമ്മുടെ ഫൈ ആംഗിൾ. ഈ ഫൈ ആംഗിളിൻ്റെ പ്രത്യേകത ഇതെവിടെ നിന്നാണ് എടുത്തേക്കുന്നത്? ഇത് ഈ എക്സ് വൈ പ്ലെയിനിലുള്ള ആംഗിളാണ്. ഓക്കെ, ഇതെവിടെയാണുള്ളത്? ഈ എക്സ് വൈ പ്ലെയിനിലാണ് എന്ത് മെഷർ ചെയ്തിരിക്കുന്നത്? ഫൈ മെഷർ ചെയ്യുന്നത്. ഇനി എക്സ് വൈ പ്ലെയിനിൽ ആ ഫൈയുടെ മെഷർമെൻറ്റ് എന്താണ്? ഇവിടെ നിന്ന് ഇങ്ങോട്ടാണ്. ഇവിടെ ഇതിനൊരു ഡയറക്ഷൻ ഉണ്ട് കേട്ടോ. തീറ്റയുടെ ഇൻക്രീസിങ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതാണ്. എന്ന് വെച്ചാൽ തീറ്റ ഈ ലൈൻ ഇവിടെയാണെങ്കിൽ ഇത് ചെറിയ ആംഗിൾ ആയിരിക്കും, ഇങ്ങോട്ട് വരുമ്പം ഇതായിരിക്കും, വലുതായാൽ ഇങ്ങോട്ട്. അതായത് ഈ സെഡിൽ നിന്ന് ഇങ്ങോട്ടാണ് മെഷർ ചെയ്യുന്നത്. ആ മെഷറിങ് ഡയറക്ഷനൊക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ശല്യമാണല്ലോ. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇനി ഫൈ എന്ന് പറയുന്നത് എങ്ങനെയാണ് മെഷർ ചെയ്യുന്നത്? നമുക്കിവിടെ ഒരു ആറുണ്ട്. ഓക്കെ, നമ്മുടെ ലെങ്ത്ത്. ആ ആർ എന്ന് പറയുന്ന ആൾക്ക് എന്ത് ചെയ്യാം? എക്സ് വൈ പ്ലെയിനിൽ എനിക്കൊരു പ്രൊജക്ഷൻ എടുക്കാം. ഓക്കെ, എന്ന് വെച്ചാൽ ആറെന്ന് പറയുന്ന ആ ലൈനിൻ്റെ എന്ത് എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷൻ എടുത്തു കഴിഞ്ഞാൽ ആ പ്രൊജക്ഷൻ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെയാണ് ഞാൻ എന്ത് വിളിച്ചത്? ഫൈ എന്ന് വിളിച്ചത്. ആൻഡ് വി കോൾ ഫൈ ആസ് അസിമുത്തൽ ആംഗിൾ. ഓക്കെ, അപ്പോൾ നമുക്ക് എന്തൊക്കെ കിട്ടി? ആർ, തീറ്റ ആൻഡ് ഫൈ. ഓരോന്നിൻ്റെ റെഫറൻസ് ഒന്ന് ആലോചിച്ച് നോക്കി. ഇതിൻ്റെ റെഫറൻസ് എന്ന് പറഞ്ഞാൽ ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് ആണ്. ഡിസ്റ്റൻസ് ഫ്രം ഒറിജിൻ. പോളാർ ആംഗിൾ ഇസഡ് ആക്സിസ്. ഇനി ഇതെന്താണ്? എക്സ് ആക്സിസ്. ആംഗിൾ ബിറ്റ്വീൻ ആരൊക്കെ? എക്സ് ആക്സിസ് ആൻഡ് പ്രൊജക്ഷൻ ഓഫ് ആർ ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. സോറി, സൈഡിലോട്ടൊക്കെ കയറിപ്പോയല്ലേ. ഇൻ ദ എക്സ് വൈ പ്ലെയിൻ. ഓക്കെ, ഇനി നമുക്ക് ഇത് ഓരോന്നും വേരി ചെയ്യുമ്പോൾ എന്ത് സംഭവിക്കും എന്നുള്ളത് നോക്കാം. അതെനിക്ക് തോന്നുന്നു ബെറ്റർ ഈ ഫിഗർ യൂസ് ചെയ്ത് പറയുന്നതായിരിക്കും തോന്നുന്നു. ഓക്കെ, ഫിഗറുണ്ട്, ഒരു വീഡിയോയുണ്ട്, രണ്ടും ഞാൻ കാണിക്കാം. ഓക്കെ, അപ്പോൾ ഇവിടെ നിങ്ങൾ നോക്കുക. ഇതാണ് നമ്മുടെ ആർ. ഓക്കെ, ദിസ് ഈസ് തീറ്റ. ഓക്കെ, ഇത് തീറ്റയാണ്, ഇത് ഫൈ ആണ്. അപ്പം ആറ് മാത്രം വേരി ചെയ്ത് അല്ലെങ്കിൽ എന്താണ് ആറ് ഫിക്സ് ചെയ്ത് തീറ്റയും ഫൈയും വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇതെന്ത് ചെയ്യും? ഇത് ഈ ബോളിൻ്റെ, ഈ റോസ് കളറിലുള്ള ഈ ബോളിൻ്റെ എല്ലാ സ്ഥലത്തും പോവും. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്തത് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്, അപ്പോൾ ആറ് നമ്മൾ എന്ത് ചെയ്തു? ആറ് കോൺസ്റ്റൻ്റ് ആക്കി. ഇനി ഞാൻ തീറ്റ ഒന്ന് കോൺസ്റ്റൻ്റ് ആക്കാണ്. എന്ത് ചെയ്യുന്നു? തീറ്റ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻറ്റ് ആൻഡ് വി ക്യാൻ വേരി ആർ ആൻഡ് ഫൈ എന്ന് പറഞ്ഞാൽ എന്ത് സംഭവിക്കും? തീറ്റ കോൺസ്റ്റൻ്റ് ആക്കി എന്ന് പറഞ്ഞാൽ ഇത് അങ്ങ് കോൺസ്റ്റൻ്റ് ആക്കി അല്ലേ? ഇതിവിടെ വന്ന് സ്റ്റക്കായി. ഇത്ര ആംഗിൾ ഇതൊരു സപ്പോസ് ഒരു 60 ഡിഗ്രി ആണെന്ന് വിചാരിക്കുക. ഇത് 60 ഡിഗ്രിയിൽ ഞാനങ്ങ് സെറ്റ് ചെയ്തു. ഇത് 60 ഡിഗ്രിയിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ആറ് എപ്പോഴും ഒരു വന്നത് ആറ് എപ്പോഴും എവിടെ നിൽക്കത്തുള്ളൂ? ഈ ഡയറക്ഷനിലേ നിൽക്കത്തുള്ളൂ. ഇനി എന്ത് ചെയ്യാം? അതിൻ്റെ കൂടെ ആരും കൂടെ വേരി ചെയ്യാം. ഇനി അടുത്തത് തീറ്റ ഫിക്സ് ചെയ്തു. ഇനി ആറ് വേരി ചെയ്യാന്ന് പറഞ്ഞാൽ എവിടെയൊക്കെ പോവാം? ഇവിടെ നിന്നുള്ള ഡിസ്റ്റൻസ് ഇങ്ങോട്ട് വരാം അല്ലേ? സീ ദാറ്റ്. ഇങ്ങോട്ട് ഈ പോയിന്റിൽ എങ്ങോട്ട് വേണമെങ്കിലും പോവാം. ഇനി ഫൈ എന്ത് ചെയ്യാം? ഫൈ മാറുക എന്ന് പറഞ്ഞാൽ ഈ പ്രൊജക്ഷൻ ഇങ്ങോട്ടോ ഇങ്ങോട്ടോ ഒക്കെ മാറാം. ഓക്കെ, തീറ്റ ഇനി ഒന്ന് ആലോചിച്ച് നോക്കി. ഇനി തീറ്റയെക്കുറിച്ച് ഒരു കാര്യം കൂടെ നിങ്ങൾ മനസ്സിലാക്കണം. തീറ്റ എന്ന് പറയുന്നത് ഈ കാണുന്ന പോലെ ഇസഡ് ആക്സിസുമായിട്ട് വേറൊരു കളറിൽ വരയ്ക്കാം. ഓക്കെ, ഈ കാണുന്ന പോലെ ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ്. ഇതാണ് നമ്മുടെ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, ഇതാണ് നമ്മുടെ തീറ്റ. ഓക്കെ, എന്ന് വെച്ചാൽ ഇതേ തീറ്റ തന്നെ ഇനി വേറൊരു ആക്സിസ് ഞാൻ അതേപോലെ വരയ്ക്കുന്നു. എന്നിട്ട് ഓക്കെ, ഇത് നിങ്ങൾ മെഷർ ചെയ്തത് 60 ഡിഗ്രിന്നാണ്. ആ 60 ഡിഗ്രി എനിക്ക് ലെഫ്റ്റിലോട്ട് പോകാമല്ലോ. ഓക്കെ, അതേപോലെ അതേ 60 ഡിഗ്രി തന്നെ വേറൊരു അപ്പുറത്തെ സൈഡിലോട്ടും എനിക്ക് എന്ത് ചെയ്യാം? 60 ഡിഗ്രി മെഷർ ചെയ്യാം. അത് വേറൊരു തരത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു ആക്സിസ് ഉണ്ട് ഇസഡ്. അതിന് ചുറ്റും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും?
ഇങ്ങനെ കറങ്ങി വരാൻ പറ്റുമല്ലോ ആറിന്. ഓക്കെ, ആറിന് എന്ത് ചെയ്യാം, ഇവിടെ ഈ പോയിൻ്റ്, ഈ ഡിസ്റ്റൻസ് അങ്ങോട്ടോ ഇങ്ങോട്ടോ മാറാം, പക്ഷേ എന്ത് മാറില്ല, ഈ തീറ്റ ഫിക്സ് ചെയ്ത് ഒരു കോൺ ഷേപ്പിൽ ഇതിന് കറങ്ങി വരാൻ പറ്റുമല്ലോ. കറങ്ങി വരാൻ പറ്റുന്ന എന്തുകൊണ്ടാണ്, ഫൈ വേരി ചെയ്യുന്നുണ്ടാണ്. ഫൈക്ക് വേരിയേഷൻ ഇല്ലായിരുന്നു എനിക്ക് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, കറങ്ങാൻ പറ്റത്തില്ല. ആ ഫൈയുടെ വേരിയേഷൻ എനിക്ക് എന്തുണ്ടാക്കി തരും, ഒരു കറങ്ങാനുള്ളൊരു ഫ്രീഡം ഉണ്ടാക്കി തരും. അങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഐ ഗെറ്റ് എ കോൺ സംതിങ് ലൈക്ക് ദിസ്. ഓക്കെ, ഇങ്ങനെ ഒരു കോണാവും കിട്ടുക. അതായത് നിങ്ങൾക്ക് തീറ്റ ഫിക്സ് ചെയ്ത്, ഓക്കെ, തീറ്റ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എടുത്ത് ആറും ഫൈയും വേരി ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗെറ്റ് ദ പോയിൻറ്റ്സ് ഓൺ എ സർഫസ്, പോയിൻറ്റ്സ് ഓൺ ദ സർഫസ് ഓഫ് എ കോൺ ആയിരിക്കും കിട്ടുക. ഓക്കെ, ഐ തിങ്ക് ഇറ്റ് ഇസ് ക്ലിയർ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക, ഇച്ചിരി ടൈം എടുത്ത് തന്നെ ആലോചിച്ച് നോക്കുക. തീറ്റ ഫിക്സ് ചെയ്തെന്ന് പറഞ്ഞാൽ ആ തീറ്റയ്ക്ക് എങ്ങോട്ട് വേണമെങ്കിലും നിൽക്കാം. ഓക്കെ, അതായത് നിങ്ങൾ വേറൊരു രീതിയിൽ ആലോചിച്ചാൽ മതി. നമ്മൾ പണ്ട് ഈ കളിക്കുന്ന സമയത്തൊക്കെ വലിയ ഈ ചില തൂണൊക്കെ ഉണ്ടല്ലോ, ചെറിയ ഒരു പോസ്റ്റൊക്കെ നിൽക്കുകയാണെങ്കിൽ ഈ പോസ്റ്റിൻ്റെ അടുത്ത് ചെന്നിട്ട് നമ്മൾ കൈ പിടിച്ചിട്ട് കാല് മാത്രം ഇവിടെ കുത്തി, ഓക്കെ, നമ്മളിങ്ങനെ നിൽക്കാറുണ്ട്. ഓക്കെ, ഇങ്ങനെ നിന്നിട്ട്, അതായത് നമുക്ക് ചുറ്റി പിടിച്ചിട്ട് എന്ത് ചെയ്യാൻ പറ്റും, നമുക്കിങ്ങനെ കറങ്ങാൻ പറ്റും. ഓക്കെ, ഇങ്ങനെ എപ്പോൾ നിങ്ങൾ ചുറ്റി പിടിച്ച് കറങ്ങിയാലും ഈ ആംഗിൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആയിരിക്കും അല്ലേ. ഈ ആംഗിൾ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്, ഏതാണ്ട് അതുപോലൊരു മൂവ്മെൻറ്റാണ് ഇവിടെ പറയുന്നത്. ഇനി ഇവിടെ മാത്രമല്ല നിൽക്കുക, എവിടെയൊക്കെ വരാം, എൻ്റെ ഹൈറ്റ് അല്ലെങ്കിൽ ഈ ആറിൻ്റെ ലെങ്ത്ത് വേരി ചെയ്യാം എന്നുള്ളതുകൊണ്ട് ഈ സർഫസിൽ എവിടെ വേണമെങ്കിലും വരാൻ പറ്റും. ഈ കറക്കമാണ് ആക്ച്വലി ആര് കാരണം, ഫൈ കാരണം ഉണ്ടാകുന്നത്. ഓക്കെ, ഇതാണ് തീറ്റ. ഇനി നമുക്ക് ഫൈ കോർഡിനേറ്റും കൂടെ നോക്കിയിട്ട് ബാക്കിയുള്ളതിലേക്ക് പോകാം. ഫൈ ഫിക്സ് ചെയ്ത് ഇനി അടുത്ത എന്ത് ചെയ്യുന്നു, ഫൈ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റൻ്റ് എടുക്കുന്നു. ഓക്കെ, ഫൈ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ആറും തീറ്റയും യഥേഷ്ടം വേരി ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ആറും തീറ്റയും, ഫൈ കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ ഈ ആംഗിള് കോൺസ്റ്റൻ്റ് ആയി അല്ലേ. ആ ആംഗിള് കോൺസ്റ്റൻ്റ് ആവുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എക്സ് വൈ ആക്സിസിലെ പ്രൊജക്ഷൻ എന്തായി, കോൺസ്റ്റൻ്റ് ആയി. എന്ന് വെച്ചാൽ പ്രൊജക്ഷൻ കോൺസ്റ്റൻ്റ് ആയില്ല, പ്രൊജക്ഷൻ്റെ ലെങ്ത് വേണമെങ്കിൽ മാറ്റാം, പക്ഷേ പ്രൊജക്ഷൻ മേക്ക് ചെയ്യുന്ന ആംഗിൾ എന്ത് ചെയ്തു, എപ്പോഴും ഇത് തന്നെ ആയിരിക്കണം. ഓക്കെ, എന്ന് പറഞ്ഞാൽ ഇതിനെന്ത് ചെയ്യാം, ഇതിനിങ്ങനെ കറങ്ങാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ നേരത്തെ ഇവിടെ ഒരാൾ ചുറ്റിക്കറങ്ങിയ പോലെ ഇതിനിപ്പോൾ എന്ത് ചെയ്യാൻ പറ്റില്ല, കറങ്ങാൻ പറ്റില്ല എന്നുള്ളതാണ് പ്രശ്നം. പിന്നെ എന്ത് ചെയ്യാം, ആറ് വേണമെങ്കിൽ എങ്ങനെ വേണേലും വേരി ചെയ്യാം, എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാം. ഓക്കെ, പക്ഷേ തീറ്റയും അതുപോലെ വേരി ചെയ്യാം, എന്ന് വെച്ചാൽ ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം, ഇങ്ങോട്ട് വരാം. പക്ഷേ ഇതിൻ്റെ എല്ലാം പ്രൊജക്ഷൻ എപ്പോഴും ഏത് ലൈനിൽ തന്നെ ആയിരിക്കണം, ഇങ്ങനെ തന്നെ ആയിരിക്കണം. സോ എനിക്ക് എന്ത് കിട്ടും, ഐ ഗെറ്റ് എ പ്ലെയിൻ ലൈക്ക് ദിസ്. ഓക്കെ, ഒരു പ്ലെയിൻ ആയിരിക്കും. ദാറ്റ് പ്ലെയിൻ വിൽ ഓൾവേസ് മേക്ക്, അതായത് നിങ്ങൾ ഇതൊരു തണ്ണിമത്തനാണെന്ന് വിചാരിക്കുക. ഈ തണ്ണിമത്തനെ നിങ്ങൾക്കൊരു നൈഫ് കയറ്റി ഇങ്ങനെ നമ്മൾ ഒരു സൈഡിൽ നിന്ന് കട്ട് ചെയ്താൽ എങ്ങനെ ഇരിക്കുമോ, അല്ലെങ്കിൽ അതിനകത്തേക്ക് ഒരു നൈഫ് വെച്ച് വേർട്ടിക്കലി ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, അതിൻ്റെ ഒരു പോളിലൂടെ ഇങ്ങനെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ ആ കട്ടാണ് ആക്ച്വലി അത്. ഓക്കെ, അത് ഇവിടെ നിന്ന് ഒരു ഇതിനകത്ത് ഏത് പോയിൻറ്റും നമുക്കിതുകൊണ്ട് റെപ്രസെൻറ്റ് ചെയ്യാൻ പറ്റും, ആറും തീറ്റയും വരും. സോ ഫൈ ഈസ് ഈക്വൽ ടു കോൺസ്റ്റൻ്റ് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്നത് ഒരു പ്ലെയിനാണ്. ഓക്കെ, ഇങ്ങനെ 3 കോർഡിനേറ്റ്സ് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു സ്പെറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം ഉണ്ടാക്കുന്നത്. സ്പെറിക്കൽ എന്ന് പറയാനുള്ളതിൻ്റെ കാരണം ഇറ്റ് ഹാസ് എ സ്പെറിക്കൽ സിമെട്രി എന്നുള്ളതുകൊണ്ടാണ്. ഓക്കെ, അതായത് നിങ്ങൾക്കൊരു സ്പെറിക്കൽ സിമെട്രി ഉള്ള എന്തെങ്കിലും കാര്യങ്ങളെക്കുറിച്ച് ഡീൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ, ഫോർ എക്സാമ്പിൾ സ്പെറിക്കൽ സിമെട്രി ഉള്ളൊരു സാധനമാണ് സേ പൊട്ടൻഷ്യൽ V is equal to 1/4πε0 Q/r. ഓക്കെ, നമ്മൾ പഠിക്കുന്ന സാധനമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്താ, ഒരു പർട്ടിക്കുലർ ചാർജ് ഇരുന്ന് കഴിഞ്ഞാൽ ആ ചാർജിൽ നിന്ന് ഏത് പോയിന്റിൽ, ഒരു r ഡിസ്റ്റൻസിൽ ഏത് പോയിന്റിലും എന്താണ്, ഒരേ ഇതായിരിക്കും അല്ലേ. ഇലക്ട്രിക് ഫീൽഡിന് ഒരു മാറ്റം, അല്ല സോറി, എന്തിന്, പൊട്ടൻഷ്യലിന് ഒരു മാറ്റം ഉണ്ടാവില്ല. അതുകൊണ്ട് എനിക്ക് അതിനെന്ത് പറയാം, ഇറ്റ് ഹാസ് എ സ്പെറിക്കൽ സിമെട്രി എന്ന് പറയാം. അങ്ങനെയുള്ള കേസുകളിലൊക്കെ നമുക്കിത് ഉപയോഗിക്കേണ്ടി വരും. ഇലക്ട്രിക് ഫീൽഡിനും എന്തുണ്ട്, ഒരു സ്പെറിക്കൽ സിമെട്രി ഉണ്ട്, പക്ഷേ അതിൻ്റെ ഡയറക്ഷൻ എപ്പോഴും എങ്ങോട്ടായിരിക്കും, റേഡിയലി ഔട്ട്വേർഡ് ആയിരിക്കും. അതും നമുക്കിവിടെ യൂസ്ഫുൾ ആണ്. ഓക്കെ, അതെല്ലാം നമുക്കിവിടെ വേണം. ഇനി നമുക്ക് കണ്ടുപിടിക്കേണ്ട സാധനങ്ങൾ, ഓക്കെ, അപ്പം നമുക്കിപ്പോൾ എന്ത് കിട്ടി, കോർഡിനേറ്റ്സ് എന്തൊക്കെയാണെന്നൊക്കെ മനസ്സിലായി. ഇനി അത് ഉപയോഗിച്ചു ഞാൻ അതിൻ്റെ ഒരു വീഡിയോ കൂടി നിങ്ങൾക്ക് കാണിച്ചു തരാം. കാണാൻ പറ്റുന്നുണ്ടോ, ആക്ച്വലി എ ബി എന്നൊക്കെയാണ് അതിനകത്ത് മാർക്ക് ചെയ്തിരിക്കുന്നത്, അത് നിങ്ങൾ കാര്യമാക്കണ്ട.
ഉണ്ടോ? എ എന്ന് പറയുന്നതാണ് നമ്മുടെ ഏത്, എയും ബിയും തെറ്റാണ് ആക്ച്വലി അതിനകത്ത്. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. ഇതിനകത്തെ മാർക്കിങ്, ഈ എയും ബിയും മാർക്കിങ് നിങ്ങൾ നോക്കണ്ട. ഈ എക്സ് ആക്സിസിൽ നിന്ന് ഈ എ എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ആംഗിൾ കണ്ടോ, ഈ ആംഗിളാണ്, ഓക്കെ, ആ പ്ലെയിനിലുള്ള ആംഗിളാണ് നമ്മുടെ എന്ത് ആംഗിൾ, നമ്മുടെ അസിമുത്തൽ ആംഗിൾ എന്ന് പറഞ്ഞ നമ്മുടെ ഫൈ. ദെൻ ഈ ഡിസ്റ്റൻസ് ആണ് ആർ. ഇനി ഈ വരച്ചിരിക്കുന്നത് നമ്മുടെ സാധാരണ പറയുന്ന തീറ്റ എവിടെ നിന്നാണ് എടുക്കേണ്ടത്? ഇസഡിൽ നിന്ന് ഇങ്ങോട്ടാണ് നമ്മൾ തീറ്റ എടുക്കേണ്ടത്. ഓക്കെ, തീറ്റ എടുക്കേണ്ടത് നമ്മൾ ഇവിടെ ഇങ്ങോട്ടാണ്. ഓക്കെ, പക്ഷേ തീറ്റയെ നമ്മൾ ഇതിനകത്തെടുത്തിരിക്കുന്നത് അങ്ങനല്ല. അതുകൊണ്ട് അത് നിങ്ങൾ കാര്യമാക്കണ്ട. എനിവേ ആ വേരിയേഷൻ നിങ്ങളൊന്ന് മനസ്സിലാക്കുക. കണ്ടോ? അനിമേഷൻ ഒരു യൂട്യൂബിൽ നിന്ന് എടുത്തതാണ്. ഓക്കെ, സോ അതവിടെ ഇരിക്കട്ടെ. ഇനി നമുക്കിതിൻ്റെ റെപ്രസെൻറ്റേഷൻ പഠിക്കണം. റെപ്രസെൻറ്റേഷന് മുമ്പ് നമുക്ക് ഞാൻ ഈ അനോട്ടേഷൻസൊക്കെ ഒന്ന് മായ്ക്കുകയാണ്. ഈ പടം ഒന്ന് ക്ലിയർ ആയിട്ട് വേണം. ഫുള്ളി ക്ലിയർ ആയി തോന്നുന്നു. ഓക്കെ, അപ്പോൾ നമുക്കിനി നോക്കാം. നമുക്ക് ഇതിൻ്റെ റേഞ്ച് എന്താണെന്ന് അറിയണം. എന്ന് വെച്ചാൽ ആറിൻ്റെ വാല്യൂ, ഓക്കെ, ഓക്കെ, ആറിൻ്റെ വാല്യൂ എനിക്ക് എവിടെ നിന്ന് എവിടം വരെ വേരി ചെയ്യാൻ പറ്റും. ഓക്കെ, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ആർ, വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് തീറ്റ ആൻഡ് വാട്ട് ഈസ് ദ റേഞ്ച് ഓഫ് ഫൈ. ഇത് അറിഞ്ഞിരിക്കേണ്ടത് അത്യാവശ്യമാണ്. ചില ഇൻ്റഗ്രലുകൾ എടുക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതിൻ്റെ റേഞ്ച് അറിയണം. എവിടെ നിന്ന് എവിടം വരെ ഇൻ്റഗ്രേറ്റ് ചെയ്യണം, അല്ലെങ്കിൽ എവിടെ നിന്ന് എവിടെ വരെ എനിക്ക് പോവാം. അപ്പോൾ നിങ്ങൾക്ക് നോക്കുക, ആറിൻ്റെ ഏറ്റവും കുറഞ്ഞ വാല്യൂ എന്ന് പറയുന്നത് 0 ആണ്, എന്ന് വെച്ചാൽ ഒറിജിൻ. ഇനി ആറിന് എവിടം വരെ പോവാം? ഈ ഡിസ്റ്റൻസ് കൂടി 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 അപ് ടു ഇൻഫിനിറ്റി പോവാം. ഓക്കെ, അതിൻ്റെ മാക്സിമം ആണ് പറയുന്നത്. നമ്മളിതെല്ലാം കൺസ്ട്രെയിൻഡ് ആക്കും. എന്ന് വെച്ചാൽ നമുക്കൊരു ഫിക്സഡ് വാല്യൂ വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിനെയൊക്കെ ഫിക്സ് ചെയ്യാം. അപ്പം ആറിൻ്റെ വാല്യൂ എന്ന് പറയുന്നത് ഒറിജിനൽ മുതൽ ഇൻഫിനിറ്റി വരെ പോവാം. ആറിൻ്റെ വാല്യൂ എപ്പോഴെങ്കിലും നെഗറ്റീവ് ആവുമോ? ഇല്ല. കാരണം എന്താണ്? ആറെന്ന് പറയുന്നത് എപ്പോഴും ഒരു ഡിസ്റ്റൻസ് മാത്രമാണ്. അതിനകത്ത് നെഗറ്റീവും പോസിറ്റീവും ഒന്നുമില്ല. അപ്പോൾ 0 to ഇൻഫിനിറ്റി ആണ് അതിൻ്റെ വാല്യൂവിൻ്റെ റേഞ്ച്. ഇനി അടുത്ത തീറ്റയുടെ റേഞ്ച് ഒന്ന് നോക്കിയാലോ. തീറ്റയ്ക്ക് മുമ്പ് 5 എഴുതാം. 5 എഴുതിയിട്ട് തീറ്റ പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ റേഞ്ച് തീരുമാനിക്കുന്നത് എങ്ങനെയാണ്? അതായത് നിങ്ങൾക്ക് ആറും തീറ്റയും 5ഉം മാത്രമേ വേരി ചെയ്യാൻ അനുവാദമുള്ളൂ. ഈ ആറും തീറ്റയും 5ഉം വേരി ചെയ്ത് നിങ്ങൾക്ക് ഏത് അതായത് 3 ഡയമെൻഷണൽ സ്പേസിലെ ഏത് പോയിൻറ്റിലും പോകാൻ പറ്റണം. അങ്ങനെ പറ്റുന്ന രീതിയിൽ വേണം ഞാൻ എന്ത് ചെയ്യാൻ, ഇതിൻ്റെ റേഞ്ച് ചൂസ് ചെയ്യാൻ. അപ്പോൾ ആർ ഈസ് ഈക്വൽ ടു 0 to ഇൻഫിനിറ്റി പോരാ. അതിനോടൊപ്പം എന്തും വേരി ചെയ്യണം, തീറ്റ വേരി ചെയ്യണം. അപ്പോൾ തീറ്റ വേരി ചെയ്യണം, 5 വേരി ചെയ്യണം. അതിനോടൊപ്പം എന്ത് ചെയ്യാം, 5. അപ്പം 5 ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? 5 ഇതിന് ചുറ്റും ഇങ്ങനെ കറങ്ങി വരികയാണ്. എന്ന് വെച്ചാൽ 0 മുതൽ എത്ര വരെ, 2π വരെ ഒരു 360 ഡിഗ്രി റൊട്ടേഷനാണ് അതിനുള്ളത്. ഇനി നമുക്ക് തീറ്റ നോക്കാം. തീറ്റ നോക്കുമ്പോൾ ഒരു കൺഫ്യൂഷൻ നിങ്ങൾക്ക് തോന്നിയേക്കാം. തീറ്റ നമ്മൾ ഒറ്റ അടിക്ക് നോക്കിയാൽ പറയുന്നത് തീറ്റ ഒരു ആംഗിൾ അല്ലേ, ഇവിടുന്ന് കറങ്ങി ഇവിടം വരെ വന്ന് ദെൻ ഇപ്പുറത്ത് വന്നൂടെ, കുഴപ്പമൊന്നുമില്ലല്ലോ. 2π, അതായത് പെട്ടെന്ന് എഴുതാൻ തോന്നുക 0 to 2π എന്നാണ് സ്വാഭാവികം, 0 to 2π. പക്ഷേ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി, ആറിന് 0 to ഇൻഫിനിറ്റി വേരി ചെയ്യാം ഒരു ലെങ്ത് സ്കെയിലിൽ. മറ്റേ ആംഗിൾ 0 to 2π ആയിക്കഴിഞ്ഞാൽ തീറ്റ ഇനി എന്ത് മാത്രം മതി? തീറ്റ കൊണ്ട് ഇപ്പുറത്തെ സൈഡ് പറയാൻ വേണ്ടിയിട്ട്, അതായത് ഇങ്ങോട്ടെടുക്കുന്ന ഇത്രയും ഭാഗം പറയാൻ, ഓക്കെ, ഇത്രയും ഭാഗം പറയാൻ, ഇവിടം വരെയുള്ള പാർട്ട് പറയാൻ വേണ്ടി തീറ്റ വേണം. ഇനി ഇപ്പുറത്തോട്ട് എടുക്കുമ്പോഴും തീറ്റ ബാക്കി വേണ്ടേ? അതായത് സം 180 പ്ലസ് ഇപ്പുറത്തോട്ടുള്ള തീറ്റയും വേണ്ടേ? വേണ്ട. കാരണം എന്താ? അപ്പുറത്തെ സൈഡിൽ ഈ ആറിനെത്താൻ കറങ്ങി വരാൻ വേണ്ടിയിട്ട് എന്തിൻ്റെ ആവശ്യമില്ല? ഈ തീറ്റയുടെ ആവശ്യമില്ല, 5 മതി. 5 അങ്ങ് അപ്പുറത്ത് കൊണ്ടുവന്നാൽ മതി. 5 180 പ്ലസ് അല്ലെങ്കിൽ ഒരു 270 എത്തിച്ചാൽ ഇവിടെ എത്തും. പിന്നെ ആരെയും കൂടെ കറക്കേണ്ട കാര്യമില്ല, തീറ്റ കറക്കേണ്ട കാര്യമില്ല. ഓക്കെ, അല്ലെങ്കിൽ തീറ്റ വേരി ചെയ്യേണ്ട കാര്യമില്ല. അപ്പോൾ തീറ്റയുടെ വാല്യൂ നമുക്ക് എത്ര വരെ പോകേണ്ട ആവശ്യമില്ല, 2π വരെ പോകേണ്ട കാര്യമില്ല, π വരെ മതിയാവും. ഓക്കെ, തീറ്റയുടെ വാല്യൂ ഞാൻ എഴുതിയത് മാറിപ്പോയി, സോറി. ദിസ് ഈസ് 0 to 2π ആൻഡ് ദിസ് ഈസ് 0 to π. ഇങ്ങനെയാണ് അതിൻ്റെ ആംഗിൾ വേരിയേഷൻ. ഓക്കെ, അപ്പോൾ ഈ സ്പെറിക്കൽ ഞാൻ ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു. സിലിണ്ടറിക്കൽ കുറച്ചുകൂടെ നമ്മൾ പെട്ടെന്ന് തീർക്കും.
ഇനി നമുക്കറിയേണ്ടത് ഇതിനെയൊക്കെ എങ്ങനെ റെപ്രസെൻ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഇത് ഞാൻ ഇത്തിരി ടൈം എടുക്കുന്നത് നിങ്ങൾക്ക് ഇതേ സാധനം നിങ്ങൾക്ക് പി ജിക്ക് പോകുന്ന സമയത്ത് കർവിലിനിയർ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് പറഞ്ഞ് ഒരു സാധനം പഠിക്കാനുണ്ട്. അവിടെ നിങ്ങളിത് ഇതേ സാധനം വീണ്ടും പഠിക്കും. അവിടെ നിങ്ങൾക്ക് വേണം. വെക്ടർ കാൽക്കുലസിൽ പഠിക്കുന്ന സാധനമാണ്, EDയിൽ വേണ്ടുന്നതാണ്. സോ ഇറ്റ്സ് ക്വാണ്ടം മെക്കാനിക്സിൽ വേണ്ടുന്നതാണ്. കാരണം ഈ കോർഡിനേറ്റ് സിസ്റ്റം വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, അതായത് ബേസിക്കലി ഒരു സാധനം മെഷർ ചെയ്യാൻ നമുക്ക് വേണ്ടുന്നതാണ് കോർഡിനേറ്റ് സിസ്റ്റംസ് എന്ന് പറയുന്നത്. അതുകൊണ്ട് ആണ് ഇത്തിരി ടൈം എടുത്ത് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് ഈ കോർഡിനേറ്റിനൊക്കെ എങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൺവേർട്ട് ചെയ്യാം, ഇൻ്റർ കൺവേർഷൻ എങ്ങനെയാണ് ചെയ്യാമെന്ന് നോക്കാം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മുടെ പഴയ ഫിഗർ തന്നെ എടുക്കാം. ഓക്കെ, ഓക്കെ, യൂസ് ദിസ്. ഓക്കെ, നമുക്കിത് ഉപയോഗിച്ച് നോക്കാം. സോ ആദ്യം നമുക്ക് ഏതെങ്കിലും ഒന്ന് നോക്കാം. അപ്പോൾ ഇതിനകത്തുനിന്ന് ഇത് 6 ആണെങ്കിൽ ഇതിനകത്തുനിന്ന് x എന്തായിരിക്കും? അതായത് നമ്മുടെ അതായത് ഈ പോയിന്റിന് ഓക്കെ ഇൻ്റർ കൺവേർഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് എങ്ങനെ ഒരു ഇഫ് യു ആർ ഗിവൺ വിത്ത് r theta phi how can you go to or transform to x y z കോർഡിനേറ്റ്സ്? ഇതാണ് നമ്മുടെ ചോദ്യം. അതേപോലെ നേരെ തിരിച്ചും ഇതിനെയാണ് നമ്മൾ ട്രാൻസ്ഫോം ചെയ്യുക എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ട്രാൻസ്ഫോർമേഷൻ ഓഫ് കോർഡിനേറ്റ്സ് എന്ന് പറയുന്നത് ഇതാണ്. r theta phi നിന്ന് x y z ലോട്ടോ അല്ലെങ്കിൽ x y z നിന്ന് r theta phi ലോക്കെ എങ്ങനെ പോകാമെന്നുള്ളത്. അപ്പോൾ ഇവിടെ നോക്കുക, ഞാനിപ്പം r theta phi നിന്ന് എങ്ങനെ x y z ലേക്ക് വരാമെന്നാണ് ഞാൻ പറയാൻ പോകുന്നത്. അപ്പോൾ നോക്കുക, ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് ഓക്കെ ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് എന്താണ്? 6 ആണ്. ഈ 6ൻ്റെ എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷൻ അല്ലേ ഇത്, ഈ ഡോട്ടഡ് ലൈൻ, ഈ എക്സ് വൈ പ്ലെയിനിൽ കിടക്കുന്ന ഈ ലൈൻ. ഓക്കെ, ഇതിൻ്റെ ലെങ്ത്ത് 6 ആണ്. അതിനെ എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്തിരിക്കുകയാണ്? എക്സ് വൈ പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യുകയാണ്. അപ്പോൾ പ്രൊജക്ഷൻ എത്രയായിരിക്കും? പ്രൊജക്ഷൻ കണ്ടുപിടിക്കണമെങ്കിൽ നിങ്ങൾ എന്തറിയണം? അതിൻ്റെ ലെങ്ത്ത് അറിയണം. ലെങ്ത്ത് ഇൻറ്റു ഇത് ഇസഡ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ എത്രയാണ്? തീറ്റയാണ്. ഓക്കെ, അപ്പോൾ എക്സ് വൈ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ഈ ആംഗിൾ എത്രയായിരിക്കും? 90 മൈനസ് തീറ്റ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഒരു 6 അറിയാം, ഈ പ്ലെയിനുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളും അറിയാമെന്നുണ്ടെങ്കിൽ പ്രൊജക്ഷൻ എന്ന് പറയുന്നത് r cos 90 മൈനസ് തീറ്റ അല്ലേ? ഓക്കെ, ഓർ ഇത് തീറ്റ തന്നിട്ടുണ്ടെങ്കിൽ അതിന് നേരെ ഓപ്പോസിറ്റ് വരുന്ന സൈഡ് എന്ന് പറയുന്നത് എന്തായിരിക്കും? r സൈൻ തീറ്റ ആയിരിക്കും. ഓക്കെ, അതെന്തിൻ്റെ ഡിസ്റ്റൻസാണ്? ഈ പ്രൊജക്ഷൻ്റെ ഡിസ്റ്റൻസ് ആണ്. ഇപ്പോഴും നമ്മൾ കോർഡിനേറ്റിൽ എത്തിയിട്ടില്ല. ഇനി എന്താണ് നമ്മുടെ എക്സ് കോർഡിനേറ്റ് എന്ന് നോക്കാം. അപ്പം ഇതിൻ്റെ ലെങ്ത്ത് ഇതിനെ ഞാൻ O എന്നും ഇതിന് പ്രൊജക്ഷൻ ഇതിനെ ഞാൻ R എന്നും വിളിച്ചു. അതായത് ORൻ്റെ ലെങ്ത് ആണ് എന്ത്? R സൈൻ തീറ്റ. ഓക്കെ, ഇവിടെ നമ്മുടെ പോയിന്റിൻ്റെ പേര് OP ആയിരുന്നു. അതായത് OP എന്ന് പറയുന്ന ലെങ്ത്തിനെ ഞാൻ XY പ്ലെയിനിലേക്ക് പ്രൊജക്റ്റ് ചെയ്തപ്പോൾ എനിക്ക് എന്ത് കിട്ടി? R സൈൻ തീറ്റ എന്ന് കിട്ടി. ഇനി അതേ R സൈൻ തീറ്റയെ എനിക്ക് എന്ത് ചെയ്യാം? എക്സ് ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഇങ്ങോട്ട് എക്സ് ഡയറക്ഷനിലേക്ക് എക്സ് ആക്സിസിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗെറ്റ് ദ എക്സ് കോർഡിനേറ്റ്. അതേപോലെ ഈ ORനെ എനിക്ക് എങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യാം? വൈ ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്യാം. വൈ ഡയറക്ഷനിലേക്ക് പ്രൊജക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഐ ഗെറ്റ് ദ വൈ കോർഡിനേറ്റ്. അപ്പം R സൈൻ തീറ്റയെ ഇങ്ങോട്ട് പ്രൊജക്റ്റ് ചെയ്യണമെങ്കിൽ ഈ ആംഗിൾ അറിയണം. ഇതെത്രയാണ്? ഫൈ. അപ്പോൾ R സൈൻ തീറ്റയുടെ കോസ് ഫൈ കമ്പോണൻ്റ് ഇതും സൈൻ ഫൈ കമ്പോണൻ്റ് അപ്പുറത്തേതും. അതായത് ഇതെന്താണ്? R സൈൻ തീറ്റയുടെ കോസ് ഫൈ കമ്പോണൻറ്റ്. ഓക്കെ, ഈ R സൈൻ തീറ്റ എന്ന് പറയുന്നത് വേറൊന്നുമല്ല, ഈ ലെങ്താണ്. ദെൻ y എന്ന് പറഞ്ഞാൽ എന്താണ്? R സൈൻ തീറ്റയുടെ സൈൻ ഫൈ കമ്പോണൻറ്റ്. ഓക്കെ, അപ്പോൾ എനിക്ക് ആ കൺവേർഷൻ ഇക്വേഷൻ ആദ്യത്തെ നമുക്ക് അങ്ങ് എഴുതാം. എന്താണ്? x ഈസ് ഈക്വൽ ടു R sin theta cos phi and y is equal to R sin theta sin phi. Okay, now z എന്താണ്? z കുറച്ചുകൂടെ എളുപ്പമാണ്. z എന്താണ്? Rൻ്റെ എവിടുത്തെ പ്രൊജക്ഷനാണ്? ഈ ആക്സിസിലെ പ്രൊജക്ഷനാണ്. ഏത് ആക്സിസിലെ പ്രൊജക്ഷൻ? z ആക്സിസിലേക്കുള്ള അല്ലേ? Rൻ്റെ z ആക്സിസിലേക്കുള്ള പ്രൊജക്ഷനെയാണ് ഞാൻ എന്ത് വിളിക്കുക? z കോർഡിനേറ്റ് ആണ്. ഈ ആംഗിൾ തീറ്റ ആണെന്ന് തന്നിട്ടുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും? R cos തീറ്റ ആയിരിക്കും. വെരി സിമ്പിൾ. സോ z ഈസ് ഈക്വൽ ടു എന്താണ്?
r cos theta. So I got first set of transformation, how to transform from r theta phi to xyz എനിക്ക് കിട്ടി. ഓക്കെ, അപ്പോൾ ഇനി നിങ്ങളിപ്പോൾ ചെയ്യേണ്ടത്, നമുക്കൊരു 5 മിനിറ്റ് ബ്രേക്ക് കഴിഞ്ഞിട്ട് ബാക്കി വരാം. ഇപ്പോൾ ആ ബ്രേക്കിൻ്റെ ടൈമിൽ നിങ്ങൾ ചെയ്യേണ്ടത്, ഇപ്പം നിങ്ങൾക്ക് കിട്ടിയ എന്താണ്, എക്സ് ഈസ് ഈക്വൾ ടു വൈ ഈസ് ഈക്വൾ ടു ഇസഡ് ഈസ് ഈക്വൾ ടു, അതായത് എക്സ് വൈ ഇസഡ് തന്നു കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സോറി ആർ തീറ്റ ഫൈ തന്നു കഴിഞ്ഞാൽ, ഓക്കെ ആർ തീറ്റ ഫൈ മൊത്തത്തിലാണ് തന്നു കഴിഞ്ഞാൽ എങ്ങനെ ഇതിലേക്ക് പോവാം, ഇങ്ങോട്ട് വരാം എന്നുള്ളതാണ് കണ്ടുപിടിച്ചത്. ഇനി നമ്മൾ കണ്ടുപിടിക്കേണ്ടത് ആർ ഈസ് ഈക്വൾ ടു വാട്ട് എന്ന് വെച്ചാൽ ആർ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ഇസഡ് ആൻഡ് തീറ്റ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ഇസഡ് ആൻഡ് ഫൈ ഇൻ ടേംസ് ഓഫ് എക്സ് വൈ ഇസഡ്. ഓക്കെ, അതായത് എക്സ് വൈ ഇസഡ് കോർഡിനേറ്റ് തന്നു കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അതിൻ്റെ കറസ്പോണ്ടിങ് എന്ത് കണ്ടുപിടിക്കും, ഐ മീൻ അതിൻ്റെ കറസ്പോണ്ടിങ് കോർഡിനേറ്റ്സ്, കറസ്പോണ്ടിങ് സ്പെറിക്കൽ കോർഡിനേറ്റ്സ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് ചെയ്യണം. ഓക്കെ, അത് നിങ്ങൾ ഇതിൻ്റെ ഇടയ്ക്ക് ഒന്ന് ചെയ്താൽ മതി. ചെയ്യേണ്ട എങ്ങനെയാണെന്ന് ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, ഒന്ന് ചെയ്ത് നോക്കണ്ട ഇതെല്ലാം കൂടെ, അതായത് ജസ്റ്റ് ഫസ്റ്റ് ഡു 3 ഇക്വേഷൻസ് ഉണ്ടല്ലോ അവിടെ, ആ 3 ഇക്വേഷൻസിനകത്തുനിന്ന് you do x square plus y square plus z square, you will get something. Okay, then do x by y, അപ്പോഴും നിങ്ങൾക്ക് ഒരെണ്ണത്തിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ z ഉണ്ട്, ഒരെണ്ണം ഞാൻ ഈസി ആയിട്ട് പറയാം, z ഈസ് ഈക്വൽ ടു ആർ കോസ് തീറ്റ ആണ്. അപ്പോൾ കോസ് തീറ്റ ഈസ് ഈക്വൽ ടു z ബൈ ആർ ഓർ തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് z ബൈ ആർ. പക്ഷേ ഇവിടെ ഒരു ആറുണ്ട്, ഈ ആറിനെ നിങ്ങൾക്ക് ആദ്യം ആറിൻ്റെ ഇക്വേഷൻ കണ്ടുപിടിക്കും, അതിനകത്തുനിന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ, അപ്പോൾ ആ തിരിച്ചുള്ള കൺവേർഷൻസും കൂടെ ഒന്ന് ചെയ്ത് വെക്കൂ, നമുക്ക് അത് കഴിഞ്ഞിട്ട് ബാക്കി ചെയ്യാം. ഓക്കെ, നിങ്ങൾ ഞാൻ കുറച്ച് സ്ലോയിലാണ് പോകുന്നത്, കുറച്ചധികം സ്ലോ ആണ്, നിങ്ങളത് കാര്യമാക്കണ്ട, കാരണം ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള, ഇത് വീണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ വേണ്ടുന്നതാണ്. ഇലക്ട്രോ ഡൈനാമിക്സ് നിങ്ങൾ പഠിക്കുന്നത് അല്ലെങ്കിൽ ഇലക്ട്രോസ്റ്റാറ്റിക്സ് പഠിക്കുന്നത് അവിടെ മാത്രമായിരിക്കും കൂടുതൽ വരിക, പക്ഷേ നിങ്ങൾ പഠിക്കുന്ന എല്ലായിടത്തും വരുന്നൊരു സാധനമാണ് ഇത്. ഓക്കെ, അപ്പം നമുക്ക് 5:25 ബാക്കി നോക്കാം. ഓക്കെ, അപ്പം നമ്മൾ ഇതിനിടയ്ക്ക് പറഞ്ഞിട്ട് പോയത്, നമ്മുടെ ഇത്രയും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ, ഓക്കെ ഇതാണ് നമ്മുടെ ഇക്വേഷൻസ്, ഇത്രയും ഇക്വേഷൻസ് ഉണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുമെന്ന്, ഫ്രം ദിസ് ഹൗ ടു കാൽക്കുലേറ്റ്. ഓക്കെ, ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് ഇത്ര ഇക്വേഷൻസിനകത്തുനിന്ന് നമുക്ക് എന്ത് കാൽക്കുലേറ്റ് ചെയ്യണം, തിരിച്ചുള്ള കൺവേർഷൻ ചെയ്യണം. നിങ്ങൾക്ക് ചെയ്ത് കിട്ടിയോ ആൻസർ ആർക്കെങ്കിലും? സം ആർ ഈസ് ഈക്വൽ ടു, എല്ലാം കൂടെ സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്തപ്പോൾ എന്ത് വന്നു, എക്സ് സ്ക്വയർ പ്ലസ് റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഈക്വൽ ടു r. ഓക്കെ, അതായത് നിങ്ങളിത് എല്ലാം സ്ക്വയർ ചെയ്ത് ആഡ് ചെയ്ത് കഴിഞ്ഞാൽ LHS ഇങ്ങനെ ആവും, എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ ഇസ് ഈക്വൽ ടു, റൈറ്റ് സൈഡ് എന്ത് വരും, എല്ലാത്തിനകത്തും ഒരു r സ്ക്വയർ കോമൺ ഉണ്ട്, അത് ഞാൻ ഇങ്ങനെ എടുത്തു. ദെൻ ഇവിടെ നോക്കുക, ഇവിടെ ഒരു സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ ഫൈ, സൈൻ സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ ഫൈ, കോസ് സ്ക്വയർ തീറ്റ, രണ്ടിനകത്തും കൂടെ എനിക്ക് എന്ത് ചെയ്യാം, ഒരു സൈൻ സ്ക്വയർ തീറ്റ ഇവിടുന്ന് കോമൺ എടുക്കാം. എടുത്തു കഴിഞ്ഞാൽ അതിനകത്ത് അതിൻ്റെ ബ്രാക്കറ്റിൽ ഒരു കോസ് സ്ക്വയർ ഫൈ പ്ലസ് സൈൻ സ്ക്വയർ ഫൈ വരും. ഓക്കെ, അപ്പം അത് 1 ആവും. പിന്നെ രണ്ടിനകത്തും കൂടെ കോമൺ ആയിട്ട് ഒരു സൈൻ സ്ക്വയർ തീറ്റ കോസ് സ്ക്വയർ തീറ്റ ഉണ്ടാവും, എല്ലാം കൂടെ 1 ആവും. ദെർഫോർ ഐ ഗോട്ട് ദ ഇക്വേഷൻ ഫോർ ആർ വെരി സിംപ്ലി എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ. ഇത് കണ്ടാൽ നിങ്ങൾക്ക് അറിയാം, ഇത് ആക്ച്വലി എന്താണ്, നമ്മുടെ ഒരു കോർഡിനേറ്റിനകത്ത് ഈ പോയിന്റിലേക്കുള്ള ഡിസ്റ്റൻസ് ആണ്, അല്ലെങ്കിൽ സിംപ്ലി നമ്മുടെ റേഡിയൽ വെക്റ്റർ എന്ന പൊസിഷൻ വെക്റ്ററിൻ്റെ മാഗ്നിറ്റ്യൂഡാണ് ഈ സാധനം. ഓക്കെ, അങ്ങനെ നമുക്ക് കിട്ടി. ഓക്കെ, ഇനി അടുത്തത് നമ്മൾ എന്താണ് പറഞ്ഞത്, ഫൈ കണ്ടുപിടിക്കാൻ എന്ത് ചെയ്താൽ മതി, y ബൈ എക്സ് ചെയ്താൽ മതി. സോ y ബൈ എക്സ് ചെയ്യുമ്പോൾ ആർ സൈൻ തീറ്റ ക്യാൻസൽ ആവും. ദെൻ സൈൻ ഫൈ ബൈ കോസ് ഫൈ എന്ന് കിട്ടും. സോ tan phi, that is phi is equal to tan inverse y by x. Okay, then അടുത്തത് നമുക്ക് വേണ്ടുന്നത് എന്താണ്, z വേണം. സോ z ഈസിയാണ്, നമ്മൾ നേരത്തെ പറഞ്ഞു. z അല്ല, തീറ്റ വേണം. തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് z ബൈ r മാറ്റണം. r എന്ന് പറയുന്നത് എന്താണ്, റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് z സ്ക്വയർ. ഓക്കെ,
അപ്പം നമ്മുടെ ഇക്വേഷൻസ് ഒന്ന് എഴുതിയെടുക്കാം. ഈ ഇക്വേഷൻസ് ഒക്കെ ഇമ്പോർട്ടൻ്റ് ആണ്. ഞാൻ ഈ ബോക്സിലിടുന്ന സാധനങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് തന്നെ പറയണം. R ഈസ് ഈക്വൽ ടു എന്തായിരുന്നു റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് ഇസഡ് സ്ക്വയർ ആൻഡ് ഫൈ ഈസ് തീറ്റ ഈസ് ഈക്വൽ ടു കോസ് ഇൻവേഴ്സ് ഇസഡ് ഡിവൈഡഡ് ബൈ root of x square plus y square plus z square and phi is equal to tan inverse y by x. That's it. Through. ഇനി അടുത്തത് നമുക്ക് യൂണിറ്റ് വെക്ടേഴ്സ് കാൽക്കുലേറ്റ് ചെയ്യണം. യൂണിറ്റ് വെക്ടേഴ്സ് ഒക്കെ നമ്മളിങ്ങനെ ചുമ്മാ കാൽക്കുലേറ്റ് ചെയ്യുന്നതല്ല, നമുക്കതിന് പ്രാധാന്യമുണ്ട്. ഓക്കെ, ഇതെല്ലാം നമുക്ക് പിന്നെ വേണ്ടി വരുന്ന സാധനങ്ങളുകൊണ്ടാണ്. ആദ്യം എന്തിനാണ് ഈ മാത്സ് പഠിച്ചുകൊണ്ടിരിക്കുന്നത് വെച്ചാൽ ഇതെല്ലാം നമുക്ക് വേണ്ടതാണ്. അപ്പോൾ എന്താണ് ആദ്യം യൂണിറ്റ് വെക്ടർ നോക്കാം അല്ലേ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇത് ഫിഗർ വേണം. ഓക്കെ, യൂസ് ദിസ് ഫിഗർ. നമുക്ക് ഈ ഫിഗർ യൂസ് ചെയ്യാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് യൂണിറ്റ് വെക്ടേഴ്സ് കാണാൻ പറ്റുന്നുണ്ടാവും. അതിനെ വിഷ്വലി റെപ്രസെൻറ്റ് ചെയ്തുകൊണ്ട് എഗെയിൻ മനസ്സിലാക്കുക ഇതൊരു 3 ഡയമെൻഷൻ സാധനമാണ്. ഞാൻ വേറൊരു ഫിഗറും കൂടെ കാണിച്ചു തരാം. ഇതവിടെ ഇരിക്കട്ടെ, വേറെ ഫിഗർ വാങ്ങാം. നമുക്ക് നമ്മുടെ നേരത്തെ ഫിഗർ എടുക്കാം, അതായിരിക്കും നല്ലത്. കൺട്രോൾ സി. ഓക്കെ, ഈ ഫിഗർ ഒന്ന് നോക്കുക. ഞാൻ കഴിഞ്ഞ ദിവസമേ പറഞ്ഞിരുന്നു, ഈ യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ നൊട്ടേഷൻ എല്ലായിടത്തും എന്തെന്ന് വിചാരിക്കരുത്. ഐ ക്യാപ്പ് ജെ ക്യാപ്പ് എന്ന് വിചാരിക്കരുത്, അതുപോലെ എക്സ് ക്യാപ്പ് വൈ ക്യാപ്പ് എന്ന് വിചാരിക്കരുത്. ഓക്കെ, ഈ കേസിൽ എന്താണ് ആർ തീറ്റ ഫൈ ആണ്. അപ്പം നമുക്ക് ഒരു നൊട്ടേഷൻ അനുസരിച്ച് ആർ ക്യാപ്പ് തീറ്റ ക്യാപ്പ് ഫൈ ക്യാപ്പ് എന്നൊക്കെ എഴുതാം. ഇതൊരു നൊട്ടേഷനാണ്. ചില ടെക്സ്റ്റ് ബുക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുക എ ആർ ക്യാപ്പ്, എ തീറ്റ ക്യാപ്പ്, എ ഫൈ ക്യാപ്പ് എന്ന് ഉള്ള ടെക്സ്റ്റ് ബുക്കുകളുണ്ട്. ചിലയിടത്ത് നോക്കുമ്പോൾ ഈ ടെക്സ്റ്റിൽ ഇപ്പം നിങ്ങൾ കാണുന്ന പോലെ ഇ ആർ ക്യാപ്പ്, ഇ ഫൈ ക്യാപ്പ്, ഇ തീറ്റ ക്യാപ്പ് എന്ന്, ഇതെല്ലാം ഒരേ ആൾക്കാരാണ്. ഓക്കെ ഓക്കെ, ഇതും 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 ഒരേ സാധനത്തിന് ഡിഫറൻറ്റ് റെപ്രസെൻറ്റേഷൻസ് ആണെന്ന് മനസ്സിലാക്കുക. ചിലയിടത്ത് ക്യാപ്പും ഉണ്ടാവണമെന്നില്ല. ഇവിടെ ആക്ച്വലി ക്യാപ്പൊന്നും ഇട്ടിട്ടില്ല. അപ്പോൾ നിങ്ങളിവിടെ നോക്കുക, ഈ ഫിഗർ നമുക്കൊന്ന് അനലൈസ് ചെയ്യാം. ഈ ഫിഗറിൽ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക എന്ന് പറഞ്ഞാൽ എന്താണ്, ഒരു പർട്ടിക്കുലർ ഡയറക്ഷനിലുള്ള അല്ലെങ്കിൽ ഒരു പർട്ടിക്കുലർ കോർഡിനേറ്റ് മാത്രം വേരി ചെയ്യുമ്പോൾ എങ്ങോട്ടാണത് പോയിൻ്റ് ചെയ്യുന്നത് എന്നുള്ളതാണ് അതിൻ്റെ ബേസിക്കലി. അല്ലെങ്കിൽ അത് മാത്രം വേരി ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ഒരു കോർഡിനേറ്റ് മാത്രം, ഇപ്പോൾ എക്സ് കോർഡിനേറ്റ് മാത്രം വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് മാറും, ഇത് ഇങ്ങോട്ട് മാറും അല്ലേ. ആ മാറ്റത്തിനെയാണ് നമ്മൾ ആക്ച്വലി ആ മാറ്റത്തിൻ്റെ മാഗ്നിറ്റ്യൂഡ് 1 ആക്കി കഴിഞ്ഞാൽ അതെന്തായി, നമ്മുടെ യൂണിറ്റ് വെക്ടർ ആയി എന്ന് പറഞ്ഞു. ഓക്കെ, ഇവിടെ നമുക്ക് നോക്കാം. ഇവിടെ നിങ്ങൾ ഫൈയും തീറ്റയും എല്ലാം കൂടെ നോക്കണ്ട. ഇതാണ് നമ്മുടെ ആർ എന്ന് പറയുന്ന കോർഡിനേറ്റ്. ഈ ആറിനെ ഞാൻ കുറച്ചൊന്ന് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, ഓക്കെ, ഒരു ഡി ആർ ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇത് എങ്ങോട്ട് നീളും, ഒരു പന്തിനകത്തുനിന്ന് പുറത്തേക്ക് വരുന്ന പോലെ, ഒരു മുട്ടുസൂചി പുറത്തേക്ക് കുത്തി വെച്ചേക്കുന്ന പോലെ ഒരു സാധനം കിട്ടും. അതാണ് നമ്മുടെ ഈ സാധനം. ഇതിനെയാണ് നമുക്ക് എന്ത് വിളിക്കാം, ആർ ക്യാപ്പ് എന്നോ എ ആർ ക്യാപ്പ് എന്നോ ഒക്കെ വിളിക്കാവുന്ന സാധനം ഇതാണ്. ഓക്കെ, ഇത് ആറിൻ്റെ വേരിയേഷൻ. അതായത് ഇവിടെ ആറ് മാത്രമേ വേരി ചെയ്തുള്ളൂ. ശ്രദ്ധിച്ച് നോക്കുക, തീറ്റ അതുപോലുണ്ട്, ഫൈ അതുപോലുണ്ട്, അതൊന്നും മാറ്റിയിട്ടില്ല. ആറ് മാത്രം വേരി ചെയ്താലുള്ള സാധനത്തെക്കുറിച്ചാണ് ഈ പറഞ്ഞത്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത ആളെ നോക്കാം. അടുത്ത ആളെന്ന് പറയുന്നത് തീറ്റ മാറ്റി നോക്കാം. ഓക്കെ, അപ്പം ആർ ഇവിടെ തന്നെ ഈ പോയിന്റ് തന്നെ മാറ്റുന്നില്ല. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു, ഫൈയും ഇത് തന്നെ, ഫൈയും മാറ്റുന്നില്ല. തീറ്റ മാത്രം ഞാൻ വേരി ചെയ്ത് കഴിഞ്ഞാൽ ഇത് ആക്ച്വലി എന്ത് ചെയ്യും, ഇത് താഴേക്ക് വരും അല്ലേ. ഇതിങ്ങനെ കറങ്ങി വരും, ഈ ലൈനിൽ കൂടി താഴേക്ക് വരും, ഈ ബ്ലൂ ലൈനിലൂടെ താഴേക്ക് വരും. അപ്പം അതിൻ്റെ ഒരു ചെറിയ എലമെൻ്റൽ മൂവ്മെൻ്റ് ആണെങ്കിൽ, ഒരു ചെറിയ ഡി തീറ്റയാണ് ഞാൻ ഡിസ്പ്ലേസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ ഇതെന്തായിരിക്കും, ഇതൊരു സ്മോൾ വെക്ടർ ആയിരിക്കും. ഓക്കെ, ഇതെങ്ങനെയായിരിക്കും, എക്സാക്ട്ലി ഇങ്ങോട്ട് വരും. ഓക്കെ, ഇതാണ് ഈ തീറ്റ എന്ന് പറയുന്നത്. അതായത് തീറ്റയുടെ മാത്രം വേരിയേഷൻ വരുമ്പോൾ ഉള്ള വെക്ടർ. ആൻഡ് അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് അഗൈൻ എന്താക്കണം, 1 ആക്കി കഴിഞ്ഞാൽ വി ഗെറ്റ് ദ യൂണിറ്റ് വെക്ടർ എലോങ് ദ ഡയറക്ഷൻ ഓഫ് തീറ്റ. ഓക്കെ, എലോങ് ദ ഇൻക്രീസിങ് ഡയറക്ഷൻ ഓഫ് തീറ്റ എന്നുണ്ടെങ്കിൽ എടുത്ത് പറയാം. ഇനി ഫൈ നോക്കുക, ഫൈ അങ്ങോട്ട്, ഇപ്പോൾ ഇത് ഇരിക്കുന്നൊന്ന് ആലോചിച്ച് നോക്കണം. ഇത് നമ്മുടെ പന്തിൻ്റെ മുകളിലേക്കാണ്, ഇത് ഇങ്ങോട്ടാണ്. ഇനി ഫൈ മാറ്റിക്കഴിഞ്ഞാൽ എന്താ സംഭവിക്കുക, ഫൈ മാത്രം മാറ്റിയാൽ ഇത് ഇങ്ങോട്ട് മൂവ് ചെയ്യും. ഇത് ആക്ച്വലി ഇവിടെ നിന്ന് ചിന്തിക്കുമ്പോൾ ഇത് ഏതാണ്ട് ഇതിൻ്റെ ഒരു സൈഡിലേക്കാണ്. ഓക്കെ, അതായത് മനസ്സിലാക്കേണ്ടത് ഈ 3 പേരും എന്താണ്, മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ആര്, ഈ 3 യൂണിറ്റ് വെക്ടേഴ്സും
മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിരിക്കും. ആരൊക്കെ? ആർ ക്യാപ്പ്, തീറ്റ ക്യാപ്പ് ആൻഡ് ഫൈ ക്യാപ്പ്. ഓക്കെ, ഇങ്ങനെയാണ് 3 യൂണിറ്റ് വെക്റ്റേഴ്സ് വരിക. ഓക്കെ, ഇത് 2 രീതിയിൽ ഈ യൂണിറ്റ് വെക്റ്റേഴ്സിനെ കാർട്ടീഷ്യനിലേക്ക് കൺവേർട്ട് ചെയ്യാം. പക്ഷേ അത് കുറച്ച് പാടാണ്. ഐ മീൻ എന്താണ്, ജോമെട്രിക്കലി ചെയ്യണമെന്നുണ്ടെങ്കിൽ കുറച്ച് പാടാണ്. ഞാനത് ഇപ്പോൾ പറയുന്നില്ല. നിങ്ങൾ ഏതെങ്കിലും ടെക്സ്റ്റ് ബുക്കുകളിൽ ഞാൻ എവിടെയോ ഒരു സാറ് പഠിപ്പിച്ചതാണ് എനിക്ക് ഓർമ്മ ഉള്ളത്. പക്ഷേ ഞാനിത് നമ്മൾ നേരത്തെ യൂസ് ചെയ്ത ഇക്വേഷൻ വെച്ച് വളരെ ഈസി ആയിട്ട് നമുക്കിത് കാൽക്കുലേറ്റ് ചെയ്യാം. ഞാൻ അതാണ് ആദ്യം പറയുന്നത്. ഓക്കെ, അപ്പോൾ ഇങ്ങനെയാണ് 3 യൂണിറ്റ് വെക്റ്റേഴ്സ് നമുക്കുള്ളത്. ഇനി ഈ യൂണിറ്റ് വെക്റ്റേഴ്സ് ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യാം. ഇനി യൂണിറ്റ് വെക്റ്റേഴ്സിന് ഇവിടേക്ക് വരുമ്പോൾ എന്തിനാണ് ഈ യൂണിറ്റ് വെക്റ്റേഴ്സൊക്കെ സെപ്പറേറ്റ് പഠിക്കുന്നത് വെച്ചാൽ ഇതിന് വളരെ വലിയൊരു പ്രാധാന്യമുണ്ട്. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കാർട്ടീഷ്യനുമായിട്ട് കമ്പയർ ചെയ്താലേ നമുക്കത് മനസ്സിലാവുള്ളൂ. കാർട്ടീഷ്യനകത്ത് നിങ്ങളൊരു എക്സ് ക്യാപ്പ് എടുത്തു കഴിഞ്ഞാൽ, ഓക്കെ, ഈ എക്സ് ക്യാപ്പ് ഇവിടെ വന്നാലും എക്സ് ക്യാപ്പ് ഇങ്ങോട്ടാണ്, ഇവിടെ വന്നാലും എക്സ് ക്യാപ്പ് ഇങ്ങോട്ടാണ്. എല്ലാത്തിൻ്റെ ലെങ്ത് 1 ആണ്. എക്സ് ക്യാപ്പിൻ്റെ ഡയറക്ഷൻ എല്ലായിടത്തും ഒരേപോലെ ആയിരിക്കും, സ്പേസിൽ എവിടെ പോയാലും. അതുപോലെ വൈ ക്യാപ്പും ഇസഡ് ക്യാപ്പും എന്ന് വെച്ചാൽ എക്സ് ക്യാപ്പ്, വൈ ക്യാപ്പ്, ഇസഡ് ക്യാപ്പ് ആർ കോൺസ്റ്റൻസ്. ഓക്കെ, എന്ന് വെച്ചാൽ ഇതെല്ലാം കാണിക്കുന്നത് കോൺസ്റ്റൻറ്റ് ഡയറക്ഷൻ ആയിരിക്കും. ഇനി നിങ്ങളൊന്ന് നോക്കുക, നമ്മുടെ ആർ ക്യാപ്പിൻ്റെ അവസ്ഥ എന്താണെന്ന് നോക്കാം. ഓക്കെ, ഇതാണ് എൻ്റെ ആർ എന്നുണ്ടെങ്കിൽ ആർ ക്യാപ്പിൻ്റെ ഈ പോയിന്റിലെ ആർ ക്യാപ്പ് എങ്ങോട്ടായിരിക്കും? ഇവിടുന്ന് ഇങ്ങോട്ടായിരിക്കും. ഇവിടുന്ന് ഞാൻ ഇങ്ങോട്ടൊരു ആർ എടുത്തു കഴിഞ്ഞാൽ ഇവിടുത്തെ ആർ ക്യാപ്പ് ഇങ്ങോട്ടായിരിക്കും, ഇങ്ങോട്ടായിരിക്കും. ഇവിടുത്തെ ആർ ക്യാപ്പ് എങ്ങോട്ടായിരിക്കും? ഇങ്ങോട്ടായിരിക്കും. സോ ഈ ആർ ക്യാപ്പ് എന്ന് പറയുന്ന ആൾ ആക്ച്വലി എന്തല്ല, ഒരു കോൺസ്റ്റൻറ്റ് ഒരു വേരിയബിൾ ഡയറക്ഷനാണ് കാണിക്കുന്നത്. ഓക്കെ, അതുകൊണ്ട് തന്നെ എന്താണ് ഇമ്പോർട്ടൻസ് എന്ന് ചോദിച്ചാൽ, നിങ്ങൾ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്ത് സാധാരണ നമ്മൾ ഒരു എക്സ് സ്ക്വയർ എക്സ് ക്യാപ്പ് ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഓക്കെ ഇങ്ങനെ ഉണ്ടെന്ന് ചെയ്യാൻ, അല്ലെങ്കിൽ ഡെറിവേറ്റീവ് എടുക്കുന്നു, അല്ലെങ്കിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യുന്ന സമയത്തുണ്ടെങ്കിൽ നമ്മൾ ഈ എക്സ് ക്യാപ്പ് അല്ലെങ്കിൽ ഐ ക്യാപ്പിനെ എടുത്ത് എന്ത് ചെയ്യും? കൂളായിട്ട് എടുത്ത് പുറത്തിടും. ഓക്കെ, പക്ഷേ ഇവിടെ എന്താ പ്രശ്നം? അങ്ങനെ ചെയ്യാൻ പറ്റില്ല. കാരണം ആർ ക്യാപ്പ് ഉണ്ടെങ്കിൽ ഇൻ്റഗ്രൽ ആർ സ്ക്വയർ ആർ ക്യാപ്പ് എന്ന് കിടന്നു കഴിഞ്ഞാൽ ഡി ആർ എന്ന് കിടന്നു കഴിഞ്ഞാൽ നിങ്ങൾ ഈ ആർ ക്യാപ്പിനെ എന്ത് ചെയ്യണം? ഇൻ്റഗ്രേറ്റ് ചെയ്തേ മതിയാവുള്ളൂ. ഓക്കെ, കാരണം ആർ ക്യാപ്പ് ഇറ്റ് സെൽഫ് എ വേരിയബിൾ. ഇതേപോലെ തീറ്റ ക്യാപ്പ്, ഫൈ ക്യാപ്പ്. അതേപോലെ ഇനി ശ്രദ്ധിക്കേണ്ടത്, 2 ആർ ക്യാപ്പ് കമ്പോണൻറ്റ് തന്നു കഴിഞ്ഞാൽ വെറുതെ ആഡ് ചെയ്യാനും പറ്റില്ല. ഓക്കെ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഇത് വിചാരിക്കുക, ഇത് പോസിറ്റീവ് എക്സ് ആക്സിസ് ആണ്, ഇത് നെഗറ്റീവ് എക്സ് ആക്സിസ് ആണ്. ഓക്കെ, ഇത് എ എന്ന് പറയുന്നൊരു വെക്ടർ, ഇത് ബി എന്ന് പറയുന്നൊരു വെക്ടർ. രണ്ടിൻ്റെ ലെങ്ത് സെയിം ആണെങ്കിൽ ഇതിൻ്റെ രണ്ടിൻ്റെ ആർ കോർഡിനേറ്റ് എന്തായിരിക്കും? ഒറിജിനിൽ നിന്നുള്ള ഡിസ്റ്റൻസ് സെയിം ആയിരിക്കും. ഓക്കെ, നിങ്ങൾ ആഡ് ചെയ്യുന്ന സമയത്ത് ഇത് 2 മീറ്റർ ആണെന്ന് വിചാരിക്കുക, 2 × 2 ആർ ക്യാപ്പ് എന്ന് എഴുതും. പക്ഷേ ഇറ്റ് ഈസ് റോങ്. ഇത് ആക്ച്വലി ഇത് രണ്ടും കൂടെ ആഡ് ചെയ്താൽ 0 ആണ് കിട്ടുക. നിങ്ങൾ ഓക്കെ, അതായത് സിമ്പിളായിട്ട് മനസ്സിലാക്കി കഴിഞ്ഞാൽ കാർട്ടീഷ്യനിൽ നിങ്ങൾ പഠിച്ച യൂണിറ്റ് വെക്ടേഴ്സിൻ്റെ പ്രോപ്പർട്ടീസ് ഒന്നും അല്ല എവിടെ ഉള്ളത്, ഇവിടെ വരുമ്പോഴുള്ളത്. അത് നിങ്ങൾ കുറച്ചുകൂടെ ഒന്ന് കെയർഫുൾ ആയിരിക്കണം. ഈ ആർ ക്യാപ്പ് വേരിയബിളാണ്, അതേപോലെ തീറ്റ ക്യാപ്പ് വേരിയബിളാണ്. അതതിൻ്റെ ഇക്വേഷൻ എഴുതുമ്പോൾ നിങ്ങൾക്ക് കുറച്ചുകൂടെ ക്ലിയർ ആയിട്ട് മനസ്സിലാവും. ഓക്കെ, അപ്പോൾ നമുക്കതിൻ്റെ ഇക്വേഷൻസ്, അപ്പോൾ നേരത്തെ എഴുതിയ ഇക്വേഷൻ നിങ്ങളുടെ കയ്യിലുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് വെച്ചിട്ട് നിങ്ങളൊന്ന് ഡിറൈവ് ചെയ്തെടുത്താൽ മതി. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് എന്താ ചെയ്യേണ്ടത്? നമ്മുടെ പൊസിഷൻ വെക്ടറിൻ്റെ ഇക്വേഷൻ എഴുതണം. പൊസിഷൻ വെക്ടറിൻ്റെ സാധാ ഇക്വേഷൻ എഴുതുക, എക്സ് ക്യാപ്പ് പ്ലസ് വൈ ക്യാപ്പ് പ്ലസ് ഇസഡ് ക്യാപ്പ്. ഓക്കെ, ഡോട്ടാണെന്ന് വിചാരിക്കല്ലേ. ഓക്കെ, ഓക്കെ, അപ്പം ഇതിനകത്തുനിന്ന് നമ്മൾ നേരത്തെ എക്സിൻ്റെ ഇക്വേഷൻ എഴുതിയിട്ടുണ്ട്. എക്സ് ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ കോസ് ഫൈ, വൈ ഈസ് ഈക്വൽ ടു ആർ സൈൻ തീറ്റ സൈൻ ഫൈ. നിങ്ങളിത് ഓരോ പ്രാവശ്യം ഇത് ബൈ ഹാർട്ട് ചെയ്യാതെ, ഓക്കെ, ഇത് ഓരോ പ്രാവശ്യം ആ ഫിഗറിൽ നിന്ന് എഴുതിയെടുക്കാൻ ശീലിച്ചാൽ മതി. എന്നാൽ ഈ സാധനം നിങ്ങൾക്ക് നല്ല കൂളായിട്ട് എഴുതാൻ പറ്റും. എന്ന് വെച്ചാൽ നിങ്ങൾക്ക് മറന്നു പോയാലും ശരിയാ ഫിഗർ നോക്കിയിട്ട് എഴുതാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് എത്താം. അപ്പോൾ നിങ്ങൾക്ക് അത് കറക്റ്റ് മനസ്സിലായി എന്നാണ് അതിനർത്ഥം. എങ്കിൽ ആ പ്രൊജക്ഷൻ കറക്റ്റ് മനസ്സിലാക്കിയിട്ട് എഴുതാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇനി എന്ത് ചെയ്യാം? അങ്ങനെയാണെങ്കിൽ എനിക്ക് ആറിനെ എങ്ങനെ എഴുതാം? ഇൻ ടേംസ് ഓഫ് ദിസ്, ദാറ്റ് ഈസ് ആർ സൈൻ തീറ്റ കോസ് ഫൈ ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് ആർ സൈൻ തീറ്റ സൈൻ ഫൈ ഇൻറ്റു വൈ ക്യാപ്പ് ഓക്കെ, വൈ ക്യാപ്പ് പ്ലസ് ആർ കോസ് തീറ്റ ഇൻറ്റു ഇസഡ് ക്യാപ്പ്. അപ്പോൾ എനിക്ക് ആറിൻ്റെ ഇക്വേഷൻ കിട്ടി. ഇനി നമ്മൾക്ക്
എന്തൊക്കെ കാൽക്കുലേറ്റ് ചെയ്യണം? ആർ ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യണം. എങ്ങനെ? ആർ ക്യാപ്പിൻ്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു. x1 ക്യാപ്പിൻ്റെ ഇക്വേഷൻ ഞാൻ നേരത്തെ പറഞ്ഞു നിങ്ങളുടെ കയ്യിലുണ്ട്. ദാറ്റ് ഈസ് ഡി ആർ ബൈ ഡി x1 ഡിവൈഡഡ് ബൈ ഡി മാഗ്നിറ്റ്യൂഡ് ഓഫ് ഡി ആർ ബൈ ഡി x1. അപ്പോൾ അതിവിടെ നിന്ന് കൊടുത്ത് ആർ ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഞാൻ എന്ത് ചെയ്യണം? ഡി ആർ ഡിവൈഡഡ് ബൈ ഡി x1 ഹോൾ ഡിവൈഡഡ് ബൈ ഡി ആർ ബൈ ഡി x1. ഓക്കെ, അപ്പോൾ ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഒരു വാല്യൂ കിട്ടും. അപ്പോൾ ഇതെന്ത് ചെയ്യണം? വിത്ത് റെസ്പെക്ട് ടു ആർ ഇതിനെ അങ്ങ് ഡെറിവേറ്റീവ് എടുത്താൽ മതി. ഓക്കെ, ആ ഡെറിവേറ്റീവ് എടുത്തിട്ട് ബാക്കി വരുന്ന അത്രയും പേരെ നിരത്തി അങ്ങോട്ട് എഴുതുക. ദെൻ ആ എഴുതിയ ഇതൊരു വെക്ടറായിട്ട് തന്നെ കിട്ടും. കാരണം എന്താ? ഇവിടെ ഡി വൈ ഡി x1 എടുക്കുന്ന ഇതിൻ്റെയാണ്. ഇവിടെ എക്സ് ക്യാപ്പും വൈ ക്യാപ്പും ഒക്കെ അതുപോലെ നിൽക്കും. ദെൻ അതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കുമ്പോൾ എന്താവും? അതൊരു സിംഗിൾ നമ്പറായിട്ടോ അല്ലെങ്കിൽ ഒരു വേരിയബിൾ മാത്രമായിട്ടൊക്കെ മാറും. അപ്പോൾ ഇവിടെ എന്ത് ചെയ്യും? അതിൻ്റെ വേരിയേഷൻസ് ഉണ്ടാവും. ഓക്കെ, അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക. അതിപ്പോൾ നിങ്ങൾ ചെയ്യണം. ദെൻ ആർ ക്യാപ്പ് കാൽക്കുലേറ്റ് ചെയ്യുക. ദെൻ നമുക്ക് തീറ്റ ക്യാപ്പ് ഫൈ ക്യാപ്പ് ഇത്രയും കാൽക്കുലേറ്റ് ചെയ്യണം. നിങ്ങൾ എൻ്റെ കൂടെ നിങ്ങൾ ഇൻഡിപെൻഡൻ്റ് ചെയ്തോ. ഓക്കെ, അപ്പം ഇതിനെ വിത്ത് റെസ്പെക്ട് ടു ആർ ചെയ്യുമ്പോൾ സൈൻ ഡി ആർ ബൈ ആർ ബാക്കി ഇത്രയും മാറ്റി നിർത്തി കഴിഞ്ഞാൽ എന്താണ്? സൈൻ തീറ്റ കോസ് ഫൈ ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ സൈൻ ഫൈ ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് കോസ് തീറ്റ ഇസഡ് ക്യാപ്പ് ഹോൾ ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ്. ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിച്ചാൽ നിങ്ങൾക്ക് 1 ആണെന്ന് കിട്ടും. ദെയർഫോർ ആർ ക്യാപ്പ് ഈസ് ഈക്വൽ ടു സൈൻ തീറ്റ കോസ് ഫൈ എക്സ് ക്യാപ്പ് പ്ലസ് സൈൻ തീറ്റ സൈൻ ഫൈ വൈ ക്യാപ്പ് പ്ലസ് കോസ് തീറ്റ. ഓക്കെ, ഗെറ്റ് എ വാല്യൂ റെഫർ ചെയ്തോട്ടെ. sin theta cos phi x cap plus sin theta sin phi y cap plus cos theta z. ഓക്കെ, കിട്ടിയോ? ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിക്കണം. അടുത്ത നമുക്ക് ഇവിടെ നിങ്ങൾ ശ്രദ്ധിക്കണം, ഇതെപ്പോഴും 6 തന്നെയാണേ. ഓക്കെ, കോർഡിനേറ്റ് മാറുന്നതനുസരിച്ച് മാറുന്നത് ഇതുമാണ്. അടുത്തത് തീറ്റ ക്യാപ്പ് ഇസ് ഈക്വൽ ടു ഡി ആർ ബൈ ഡി തീറ്റ ഡിവൈഡഡ് ബൈ ഡി ആർ ബൈ ഡി തീറ്റ മാഗ്നിറ്റ്യൂഡ് ഇസ് ഈക്വൽ ടു എന്ത് വരും? 6. അപ്പോൾ അതുപോലെ അവിടെ നിൽക്കും, 6 പോകത്തില്ല. ആർ ഇൻറ്റു തീറ്റയിലല്ലേ? ഓക്കെ, അപ്പോൾ ഡി ആർ ബൈ ഡി തീറ്റ സൈൻ തീറ്റയുടെ കോസ് തീറ്റ കോസ് ഫൈ അതുപോലെ നിൽക്കുന്നു. കോസ് ഫൈ ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് ആർ സൈൻ തീറ്റ ആണ് അവിടെ. അപ്പോൾ സൈൻ തീറ്റ വീണ്ടും ആർ കോസ് തീറ്റ ഇൻറ്റു സൈൻ ഫൈ വൈ ക്യാപ്പ് പ്ലസ് ആർ കോസ് തീറ്റ അവിടെ എന്താവും? മൈനസ് ആർ സൈൻ തീറ്റ ഇൻറ്റു ഇസഡ് ക്യാപ്പ് ഡിവൈഡഡ് ബൈ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് കാൽക്കുലേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? ഇവിടെ സൈൻ സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ ഫൈ കോസ് സ്ക്വയർ തീറ്റ സൈൻ സ്ക്വയർ തീറ്റ. ഓക്കെ, അപ്പം 6 എന്ന് വരുമെന്ന് തോന്നുന്നു അല്ലേ? അതെ. അപ്പോൾ 6 എല്ലാം കൂടെ ക്യാൻസലായി പോയി കഴിഞ്ഞാൽ കോസ് തീറ്റ കോസ് ഫൈ ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് കോസ് തീറ്റ സൈൻ ഫൈ ഇൻറ്റു വൈ ക്യാപ്പ് മൈനസ് സൈൻ തീറ്റ ഇസഡ് ക്യാപ്പ് എന്ന് കിട്ടും. ഓക്കെ, ഇനി ഫൈ ക്യാപ്പും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്യണം. ഫൈ ക്യാപ്പ് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യണം, ഞാൻ ചെയ്യുന്നില്ല. ഡി ആർ ബൈ ഡി ഫൈ ഡിവൈഡഡ് ബൈ ഡി ആർ ബൈ ഡി തീറ്റ ഡി ഫൈ ഇസ് ഈക്വൽ ടു ഞാൻ ആൻസർ അങ്ങ് എഴുതാം. മൈനസ് സൈൻ ഫൈ എക്സ് ക്യാപ്പ് പ്ലസ് കോസ് ഫൈ വൈ ക്യാപ്പ്. ഇത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മതി. ഓക്കെ, ഡൗട്ട് ഉണ്ടെങ്കിൽ ഗ്രൂപ്പിലിടുക, ഞാൻ ചെയ്തു തരാം. ഓക്കെ, ഏതാണ്ട് ഇത്രയും കാര്യങ്ങളാണ്. അല്ല, ഇനിയുണ്ട്, തീർന്നിട്ടില്ല. ഓക്കെ, ഇവിടം വരെ കിട്ടിയോ?
ഇനി അടുത്ത ലൈൻ എലമെൻറ്റ്. ഇനി അങ്ങോട്ടുള്ളതെല്ലാം ഇമ്പോർട്ടൻ്റ് ആണ്, ഈ കോർഡിനേറ്റ് സിസ്റ്റംസ് എല്ലാം, കാരണം ഇതുണ്ടെങ്കിലേ നിങ്ങൾക്ക് പറ്റൂ. ഓക്കെ, ഇതുവരെ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. ഇനിയുള്ളത് ഈ ഫിഗർ റെഫർ ചെയ്യാം. ഓക്കെ, വാട്ട് ഈസ് എ ലൈൻ എലമെൻറ്റ് എന്നുള്ളതാണ് നമ്മുടെ ചോദ്യം. അല്ലെങ്കിൽ നമ്മുടെ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ ഒരു പർട്ടിക്കുലർ പോയിന്റിൽ നിന്ന് വേറൊരു പോയിന്റിലേക്ക് ഞാൻ മൂവ് ചെയ്യണം. ഓക്കെ, സോറി, ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്, സിമ്പിളായിട്ട് പറഞ്ഞാൽ DL എന്ന് പറയുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റ്. ഓക്കെ, ഈ ഡിസ്പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത് ആക്ച്വലി എന്തിൻ്റെയൊക്കെ വേരിയേഷനാണ്? ആറിൻ്റെ വേരിയേഷനുണ്ട്, തീറ്റയുടെ വേരിയേഷനുണ്ട്, ഫൈയുടെ വേരിയേഷനുണ്ട്. ഓക്കെ, എന്ന് വെച്ചാൽ അതിനകത്തൊരു DR ഉണ്ടാവും, ഒരു dθ ഉണ്ടാവും, ഒരു dφ ഉണ്ടാവും. ഈ 3 പേരും വേരി ചെയ്തിട്ടാണ് എനിക്ക് എന്തുണ്ടായത്? ഒരു DL ഉണ്ടായത്. 3 വേരി ചെയ്യണമെന്ന് നിർബന്ധമില്ല. ഇൻ ജനറൽ ദർ ക്യാൻ ബി ദ വേരിയേഷൻ ഓഫ് R, തീറ്റ ആൻഡ് ഫൈ. അങ്ങനെ ആ 3 പേരും വേരി ചെയ്തിട്ടുണ്ടെന്ന് വിചാരിക്കാം. അങ്ങനെയാണെങ്കിൽ DLനെ എനിക്ക് എങ്ങനെ എഴുതാം എന്നുള്ളതാണ് ചോദ്യം. അപ്പം DLനെ എഴുതുന്ന സമയത്ത് നമുക്കുള്ളൊരു പ്രശ്നം, നമ്മൾ പെട്ടെന്ന് എഴുതി കഴിഞ്ഞാൽ, സാധാരണ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരുന്നു? നമ്മുടെ സാധാ കോർഡിനേറ്റിനകത്താണെങ്കിൽ dx ഇൻറ്റു കാർട്ടീഷ്യൻ കോർഡിനേറ്റാണെങ്കിൽ dx ഇൻറ്റു എക്സ് ക്യാപ്പ് പ്ലസ് dy ഇൻറ്റു വൈ ക്യാപ്പ് പ്ലസ് ഇത് ഇമ്പോർട്ടൻ്റ് ആണ്, കാരണം നിങ്ങൾക്ക് ലൈൻ ഇൻ്റഗ്രലൊക്കെ എടുക്കുന്ന സമയത്ത് ഇത് വേണം. ലൈൻ ഇൻ്റഗ്രലൊക്കെ എന്തിനാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതെല്ലാം നമുക്ക് അങ്ങോട്ട് ചെല്ലുമ്പം വേണ്ടുന്ന സാധനങ്ങളാണ്. അപ്പോൾ dz ഇൻറ്റു ഇസഡ് ക്യാപ്പ് എന്ന് ചുമ്മാ എഴുതിയാൽ മതി. അതേപോലെ ഞാനും ഒന്ന് ചുമ്മാ ഇവിടെ എഴുതാണ്, dr ഇൻറ്റു ആർ ക്യാപ്പ് പ്ലസ് dθ ഇൻറ്റു തീറ്റ ക്യാപ്പ് പ്ലസ് dφ ഇൻറ്റു ഫൈ ക്യാപ്പ്. ഇവിടെ നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഇവിടെ എഴുതിയിരിക്കുന്ന ഒരു ഡിസ്പ്ലേസ്മെൻറ്റാണ്, കാരണം ആൻഡ് ഇറ്റ് ഹാസ് എ ഡയമെൻഷൻ ഓഫ് ലെങ്ത്. ഈ dr എന്ന് പറയുന്ന ആളെന്താണ്? ഓക്കെ, ദാറ്റ് ഈസ് എ ചേഞ്ച് ഇൻ ലെങ്ത്, അതും ലെങ്ത് ആണ്. പക്ഷേ dθയോ ഹാസ് നോ ഡയമെൻഷൻ, എന്ന് പറഞ്ഞാൽ ഡയമെൻഷനലി തന്നെ ഈ സാധനം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, എന്ന് വെച്ചാൽ ഒരു ലെങ്ത്തിൻ്റെ കൂടെ നിങ്ങൾ എന്ത് ചെയ്യണം? ഇവിടെ ഒരു ലെങ്ത് ആഡ് ചെയ്യണം. ആ ലെങ്ത് എന്ത് ആഡ് ചെയ്യണം എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ. ഓക്കെ, അപ്പോൾ ഇതെന്തല്ല, ഇത് റോങ് ആണ്. ഓക്കെ, അപ്പം നമുക്ക് നോക്കാം. അതായത് നമ്മൾ ഓരോന്നും കണ്ടുപിടിക്കുന്നത് വെൻ ആർ ചേഞ്ചസ് ബൈ എ വെരി സ്മോൾ dr, വാട്ട് ഈസ് ദ കറസ്പോണ്ടിങ് ചേഞ്ച് ഇൻ ലെങ്ത്. ഓക്കെ, ആർ മാത്രം വേരി ചെയ്താൽ, അതുപോലെ തീറ്റ ഒരു dθ എമൗണ്ട് ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കറസ്പോണ്ടിങ് ലെങ്ത്ത് ചേഞ്ച് എത്രയാണ്? ഓക്കെ, അതേപോലെ dφ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ കറസ്പോണ്ടിങ് ലെങ്ത്ത് എത്രയാണ്? ഓക്കെ, ഇത്രയാണ് നമ്മുടെ ചോദ്യം. അപ്പോൾ dr ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഫിഗറിൽ നോക്കുക. ഓക്കെ, dr ചേഞ്ച് ചെയ്യാന്ന് പറഞ്ഞാൽ ഇതാണ്. ഓക്കെ, ഇത്രയാണ് ലെങ്ത് എലമെൻറ്റ് ചേഞ്ച് ചെയ്യുന്നത്. എന്ന് വെച്ചാൽ dr-നെ എനിക്ക് എന്ത് ചെയ്യാം? അതേപോലെ തന്നെ ഇടാം, dr ഇൻറ്റു ആർ ക്യാപ്പ്. ഓക്കെ, ഇതെന്താണ്? dr ഇൻറ്റു ആർ ക്യാപ്പ്. ഇനി ഇത് നോക്കുക, തീറ്റ എന്ത് ചെയ്തു? ജസ്റ്റ് ഒന്ന് ഇൻക്രീസ് ചെയ്തു. തീറ്റ ഇൻക്രീസ് ചെയ്യാന്ന് പറഞ്ഞാൽ ഇവിടെ ഇരുന്ന പോയിൻ്റ് ഇങ്ങോട്ട് വന്നു എന്നർത്ഥം. അപ്പം അതിൻ്റെ കറസ്പോണ്ടിങ് ചേഞ്ച് എന്ന് പറയുന്നത് എന്താണ്? ഇത്രയാണ്. ഓക്കെ, അതിനെ ഞാൻ dl തീറ്റ എന്ന് വിളിക്കുന്നു. എന്ന് പറഞ്ഞാൽ തീറ്റ ചേഞ്ച് ചെയ്തപ്പോഴുണ്ടായ ലെങ്ത്തിലെ ഡിഫറൻസ് അതെത്രയാണ്? ഇത്രയാണ്. നോട്ട് ആൻ ആംഗിൾ, ഇറ്റ്സ് ആക്ച്വലി എ ലെങ്ത്. അപ്പോൾ ഇത് നോക്കി, ഇത് റേഡിയസും ഇത് ആംഗിളുമാണ്. ദിസ് ഈസ് ആൻ ആർക്ക്. അപ്പോൾ എനിക്ക് എന്തെഴുതാം? ആംഗിൾ ഈസ് ഈക്വൽ ടു ആർക്ക് ബൈ റേഡിയസ്. dθ ഈസ് ഈക്വൽ ടു ആർക്കിനെയാണ് ഞാൻ dl തീറ്റ എന്ന് വിളിക്കുന്നത് ബൈ റേഡിയസ്, ഓർ dl തീറ്റ ഈസ് ഈക്വൽ ടു r dθ. അപ്പോൾ ഇവിടെ എനിക്ക് എന്ത് കിട്ടും? r dθ ഇൻറ്റു തീറ്റ ക്യാപ്. ഓക്കെ, ഇനി ഇതിലേക്ക് നോക്കാം. ഇത് കുറച്ചുകൂടെ ഒരു കൺഫ്യൂസിങ് ആയിട്ട് തോന്നും. ഇവിടെ ഫൈ ചേഞ്ച് ചെയ്യാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഓക്കെ, ഫൈ നമ്മുടെ പ്ലെയിനിലെ ആംഗിളാണ്, മറ്റേ XY പ്ലെയിനിൽ ഇരിക്കുന്ന ആംഗിളാണ് ഫൈ എന്ന് പറയുന്നത്. അപ്പോൾ ഫൈ എന്ത് ചെയ്യുന്നു? ഒരു dφ ചേഞ്ച് ചെയ്ത് കഴിഞ്ഞാൽ വെക്ടർ എന്ത് ചെയ്യും? ഇങ്ങനെ അങ്ങോട്ട് പോവും. എന്ന് വെച്ചാൽ ആർ, ഈ ലെങ്ത് എത്രയാണ്? r സൈൻ തീറ്റയാണ്. ഇത് ഇങ്ങോട്ട് വേരി ചെയ്തെന്ന് പറഞ്ഞാൽ അത് തന്നെയാണ് ഇതേ ലെങ്ത്തും. ഓക്കെ, അപ്പോൾ ഇതൊന്ന് നോക്കിയേ, ഇത് 6, ഇത് 6, ഇതതിൻ്റെ ആർക്കായിട്ട് വരും. അതുകൊണ്ട് ഇതെന്താ? ഇത് 6 അല്ല, സോറി, ഇതാണ് 6. ഓക്കെ, അതിൻ്റെ പ്രൊജക്ഷനായിട്ടുള്ള ഇത് r സൈൻ തീറ്റയാണ്. ഓക്കെ, ഇതും r സൈൻ തീറ്റയാണ്. അതിനിടയ്ക്കുള്ള ആംഗിൾ, അതായത് അത് മാത്രം ഇങ്ങോട്ട് വരച്ച് ഇങ്ങനെ ഇരിക്കും. ഇത് r സൈൻ തീറ്റ, ദിസ് ഈസ് dφ, ആൻഡ് ദിസ് ലെങ്ത് ഈസ് my dl phi. Therefore dl phi is equal, sorry,
dl phi is equal to r sin theta d phi along phi cap. Okay, so my length element is dl is equal to, okay, എന്തായിരുന്നു, dr r cap plus r d theta theta cap plus r sin theta d phi into phi cap. ഇതൊരു ഇമ്പോർട്ടൻ്റ് റിസൾട്ടാണ്. അതായത് നിങ്ങൾ ഒരു പർട്ടിക്കുലർ ലെങ്ത് എലമെൻറ്റ് എവിടെയും സ്പെറിക്കൽ പോളാറിൽ എടുക്കേണ്ടി വരുമ്പം ഓരോന്നിൻ്റെയും വേരിയേഷൻ ഡി ആർ ഡി തീറ്റ ഡി ഫൈ ആണെങ്കിൽ ഇതായിരിക്കും. ഇനി എനിക്ക് വേണമെങ്കിൽ ആറിന് വേരിയേഷൻ വരാതെ ഇത് രണ്ടുമാണ് മാറ്റുന്നതെങ്കിൽ ലെങ്ത് എലമെൻറ്റ് ഇങ്ങനെയായിരിക്കും. ഇനി 6 മാത്രമാണെങ്കിൽ ബാക്കി രണ്ടും 0 ആയി. ഇങ്ങനെ നമുക്ക് ലെങ്ത് എലമെൻറ്റ് കാൽക്കുലേറ്റ് ചെയ്യാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഏരിയ എലമെൻറ്റ്സും വോളിയം എലമെൻറ്റ്, ആദ്യം വോളിയം എലമെൻറ്റ് ചെയ്യാം. അപ്പോൾ വോളിയം എലമെൻറ്റ് ഈ ഫിഗർ നോക്കുക. ഓക്കെ, ഇത്രയും ഒന്ന് വലുതാക്കാം. ഓക്കെ, വോളിയം എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മൾ നമ്മുടെ സാധാ സിസ്റ്റത്തിൽ വോളിയം എലമെൻ്റ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു മീനിങ്? അതായത് എക്സ് ഒരു ഡി എക്സ് ഡിസ്പ്ലേസ് ചെയ്യുന്നു, മറ്റേതൊരു ഡി വൈ ആൻഡ് ഡി സെഡ്, ഇതുണ്ടാക്കുന്ന ഒരു ചെറിയൊരു ക്യൂബ് ഉണ്ടാവും അല്ലേ? ആ ക്യൂബിനെയാണ് നമ്മൾ എന്ത് വിളിച്ചത്? വി കോൾ ഇറ്റ് ആസ് ദ വോളിയം എലമെൻറ്റ്. ഓക്കെ, അതേപോലെ നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ആരൊക്കെ മാറണം? ഡി ആർ മാറണം, ഡി തീറ്റ ഡി ഫൈ, ഈ 3 പേരുടെയും വേരിയേഷൻ, ഒരു ഇൻഫിനിറ്റസിമൽ വേരിയേഷൻ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് നമുക്ക് എന്തുണ്ടാക്കും? എക്സാക്ട്ലി ഒരു ക്യൂബ് അല്ല, കാരണം 2 എണ്ണം ആംഗിളാണ്. പക്ഷേ ഇൻഫിനിറ്റസിമലി സ്മോൾ ആകുമ്പോൾ അതിനെ എനിക്ക് എന്തായിട്ട് എടുക്കാം? ക്യൂബായിട്ട് അസ്യൂം ചെയ്യാം. സോ ഇവിടെ നോക്കുക, 6 വേരി ചെയ്ത് കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? ഇതാണ് 6, ഇതാണ് 6. ഓക്കെ, ഈ 6 വേരി ചെയ്ത് കഴിഞ്ഞാൽ ഈ സൈഡ് കിട്ടും. ഓക്കെ, ദെൻ തീറ്റ വേരിയ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഇതാണ്, ഈ സൈഡ് കിട്ടും. അതുപോലെ 5 ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. സോ ഇത് ഇത്രയും കൂടെ ചേർന്നിട്ട് എനിക്ക് ബ്ലൂ കളറിൽ കാണുന്ന, അപ്പം ഇതിൻ്റെ ഓരോന്നിനും സൈഡ് എന്തായിരിക്കും? ഇത് ആറിൻ്റെ വേരിയേഷൻ ഉണ്ടാക്കുന്ന ലെങ്ത്, അത് ഡി ആർ ആണ്. ഇതെന്താണ്? ഫൈയുടെ വേരിയേഷൻ ഉണ്ടാക്കുന്ന സൈഡ്. ഓക്കെ, അതിനെ എനിക്ക് എന്ത് വിളിക്കാം? ആർ സൈൻ തീറ്റ ഇൻറ്റു ഡി ഫൈ എന്ന് വിളിക്കാം. ഇനി ഈ സൈഡ് എന്താണ്? ഈ സൈഡ് എന്ന് പറയുന്നത് തീറ്റ വേരിയേഷൻ ഉണ്ടാക്കുന്ന ലെങ്ത് ആണ്. അതിനെ എനിക്ക് എന്ത് വിളിക്കാം? ആർ ഡി തീറ്റ എന്ന് വിളിക്കാം. അപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് ഡി ആർ ആണ്, ഒരു സൈഡ് ആർ സൈൻ തീറ്റ ഡി ഫൈ ആണ്, വേറൊരു സൈഡ് ആർ ഡി ഫൈ ആണ്. അപ്പോൾ ഇതിൻ്റെ 3ൻ്റെയും കൂടെ പ്രോഡക്റ്റ് എടുത്താൽ എനിക്ക് എന്ത് കിട്ടും? ഐ ഗെറ്റ് ദ വോളിയം എലമെൻറ്റ് ആൻഡ് വി കോൾ ദ വോളിയം എലമെൻറ്റ് ആസ് ഡി ടോ, വിച്ച് ഈസ് ഈക്വൽ ടു ആർ ഡി ആർ ഇൻറ്റു ആദ്യത്തത്, അടുത്തതിൻ്റെ സൈഡ് എന്ന് പറയുമ്പോൾ ആർ ഡി തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ ഡി ഫൈ. മൊത്തവും കൂടെ മൾട്ടിപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ ഡി ആർ, ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി ആർ ഡി ഫൈ ഡി തീറ്റ. അല്ലെങ്കിൽ ഈ സാധനം നിങ്ങൾക്ക് ഒരുപാട് സ്ഥലത്ത് യൂസ്ഫുൾ ആവുന്ന സാധനമാണ്. ഓക്കെ, ഇതൊന്നും ഇപ്പോഴേ ഒന്നും നമ്മളെ വിട്ട് പോവില്ല. എന്ന് വെച്ചാൽ ഇലക്ട്രോ ഡൈനാമിക്സ് തീർന്നെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ ഏരിയ എലമെൻസും കൂടെ ഒന്ന് പറഞ്ഞിട്ടങ്ങ് പോയാലോ? ഓക്കെ, അതായത് നമുക്ക് ഇപ്പം 3 കോർഡിനേറ്റാണുള്ളത്, 6 തീറ്റ 5. ഏതെങ്കിലും ഒരെണ്ണം കോൺസ്റ്റൻ്റ് ആക്കി വെച്ചിട്ട് ബാക്കി 2 പേരെ മൂവ് ചെയ്താൽ എനിക്ക് കിട്ടുന്നത് എന്താണ്? ഒരു ഏരിയയുടെ എലമെൻസ് ആയിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ അത് എഴുതാൻ വളരെ എളുപ്പമാണ്. പക്ഷേ അതിൻ്റെ ഡയറക്ഷനും കൂടെ ഒന്ന് നോക്കിക്കോണം. അതെങ്ങനെയാണ് മാർക്ക് ചെയ്യേണ്ടത് ഞാൻ പറഞ്ഞുതരാം. അത് ഈ ഫിഗറിൽ തന്നെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ആദ്യത്തെ ഏരിയയെ ഞാൻ ഇങ്ങനെ വിളിക്കുന്നു. ഓക്കെ, ഡി ഏരിയ എന്ന് കാണിക്കാൻ എ എന്നിട്ടു, ഡി എ ആർ ഇതെൻ്റെ ഫസ്റ്റ് ഏരിയ ആണ്. ഏരിയ ഒരു വെക്ടറാണ്. സോ അതിൻ്റെ ഡയറക്ഷനൊക്കെ പിന്നെ നോക്കാം. ഡി എ ആർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതെന്തോ ആയിക്കോട്ടെ, ഈ ആർ പിന്നെ നോക്കാം. ഞാൻ ഉദ്ദേശിക്കുന്ന ഏരിയ ഇതാണ്. ഈ സൈഡ് കണ്ടല്ലോ, അതായത് ഫൈയും ഓക്കെ ദെൻ തീറ്റയും വേരി ചെയ്യുമ്പം കിട്ടുന്ന ഈ ഒരു ഫ്രണ്ട് സർഫസ് ഇല്ലേ, ദിസ് പർട്ടിക്കുലർ സർഫസ് ഈസ് കോൾഡ് ഡി എ ആർ.
അതിന് എന്താണ് ഡി എ ആർ എന്ന് വിളിച്ചതെന്നുള്ളത് നമുക്ക് പിന്നെ പറയാം. എനിവേ ഇതിൻ്റെ സർഫസ് ഏരിയ എന്തായിരിക്കും? ഈ സൈഡ് എന്ന് പറയുന്നത് ആർ സൈൻ തീറ്റ ഡി ഫൈ ആണ്, ഈ സൈഡ് എന്ന് പറയുന്നത് ആർ ഡി തീറ്റ ആണ്. സോ അതിൻ്റെ പ്രോഡക്റ്റ് എന്ന് പറയുന്നത് എന്താവും? അതായത് ഇങ്ങനെ നോക്കിയാൽ മതി, ആറ് വേരി ചെയ്യുന്നില്ല, ആർ ഡി തീറ്റ ഇൻറ്റു ആർ സൈൻ തീറ്റ ഡി ഫൈ. അപ്പം ആർ സ്ക്വയർ സൈൻ തീറ്റ ഡി തീറ്റ ഡി ഫൈ. ഇനി അതിൻ്റെ ഡയറക്ഷൻ എങ്ങോട്ടാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് ആറിൻ്റെ ഡയറക്ഷനിലായിരിക്കും. ആർ എങ്ങോട്ടാണ്? ഇങ്ങോട്ടാണ്. അതായത് ഇതിൻ്റെ സർഫസിൽ ഇങ്ങനെ വരുന്ന അതായത് ഏരിയയുടെ നോർമൽ ആണല്ലോ ഏരിയ. അതായത് ഇങ്ങനൊരു ഏരിയ ഉണ്ടെങ്കിൽ ആ ഏരിയയുടെ സർഫസിൽ വരയ്ക്കുന്ന നോർമലാണ് എന്ത് പറയുക? അതിൻ്റെ ഡയറക്ഷൻ പറയുക. അപ്പോൾ അതിൻ്റെ ഇവിടെ നോർമൽ എന്താണ്? ആറാണ്. സോ ഇറ്റ് ഈസ് എലോങ് ആർ ക്യാപ്. ഓക്കെ. ഇനി അതേപോലെ ഡി എ എനിക്ക് എന്തെഴുതാം? സേ ഈ സൈഡ് നോക്കാം. ഓക്കെ, ഡി എ ഫൈ എന്ന് വിളിക്കും. സോറി, ഡി എ ഫൈ ആണോ അത്? അതെ, ഫൈ ഫിക്സ്ഡ് ആണ് അവിടെ. അപ്പോൾ അതെന്തായിരിക്കും? ആർ സൈൻ തീറ്റ എന്ന് വെച്ചാൽ ഇത് പോയി, ആർ സൈൻ തീറ്റ മാത്രമുണ്ട്. ഡി ആർ ഡി ഫൈ ഫൈ എലോങ് ഫൈ ക്യാപ്. ദെൻ ഡി എ തീറ്റയുണ്ട് വിച്ച് ഈസ് ഈക്വൽ ടു ഒരു സെക്കൻഡ്, ഡി എ തീറ്റ ഈസ് ഈക്വൽ ടു ആർ ഡി ആർ ഡി തീറ്റ എലോങ് ഏത് ഡയറക്ഷൻ? തീറ്റയ്ക്ക്. അപ്പോൾ സേ ഇത്ര ഇക്വേഷനും ഇമ്പോർട്ടൻ്റ് ആണ്. ഓക്കെ, ലൈൻ എലമെൻറ്റിൻ്റെ ഇക്വേഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. ലൈൻ എലമെൻറ്റ് അറിയാമെങ്കിൽ ആക്ച്വലി ഇതെല്ലാം എഴുതാൻ എളുപ്പമാട്ടോ. ലൈൻ എലമെൻറ്റ് മാത്രം നിങ്ങൾ പഠിച്ചാൽ മതി, അതിനകത്തുനിന്ന് ഇതെല്ലാം നമുക്ക് ഉണ്ടാക്കിയെടുക്കാം. ദെൻ വോളിയം എലമെൻറ്റ്, ഈ സാധനം. ഓക്കെ, ഇത്രയും കാര്യമാണ് നമുക്കൊരു കോർഡിനേറ്റ് സിസ്റ്റത്തെക്കുറിച്ച് അടിസ്ഥാനമായി പഠിക്കാനുള്ളത്. ഇനി നമുക്ക് സിലിണ്ടറിക്കൽ കോർഡിനേറ്റുകളുണ്ട്. ഞാനതൊന്ന് റഫ്ലി പറയാം. ഓക്കെ, പറഞ്ഞു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ക്ലിയർ ആക്കൂ. ഞാൻ സിലിണ്ടറിക്കൽ പെട്ടെന്ന് പറഞ്ഞു തീരും, കാരണം ഞാൻ കോർഡിനേറ്റ്സ് മാത്രവും കൺവേർഷനെ പറയത്തുള്ളൂ, ബാക്കി നിങ്ങൾ കണ്ടുപിടിക്കണം. ഓക്കെ, ലൈൻ എലമെൻറ്റ്സും വോളിയം എലമെൻറ്റ്സും ഒക്കെ നിങ്ങൾക്ക് കാൽക്കുലേറ്റ് ചെയ്യാവുന്നേ ഉള്ളൂ. നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്തിട്ട് എനിക്ക് ഗ്രൂപ്പിൽ ഇട്ടാൽ മതി. ഓക്കെ, ഇതുവരെ ഉള്ളതിൽ എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ? നമ്മൾ ഏതാണ്ട് 14 പേര് തുടങ്ങി, 9 ആയി. ഓക്കെ, അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ പറയാം. സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് ഞാൻ ടെക്സ്റ്റിലെ തന്നെ നൊട്ടേഷൻ പറയാം. ഇതിനകത്തെ നൊട്ടേഷൻ ചിലപ്പം അങ്ങോട്ട് ഞാനിപ്പം ഗ്രിഫിത്താണ് നമ്മൾ ബാക്കി എല്ലാത്തിനും ഫോളോ ചെയ്യുന്നുള്ളൂ. ഗ്രിഫിത്തിലെ നൊട്ടേഷനാണ് പറയാം. അതായത് സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് റെപ്രസെൻ്റ് ചെയ്യുക. നമ്മൾ നേരത്തെ ആർ തീറ്റ ഫൈ എടുത്തെന്നുണ്ടെങ്കിൽ ഇവിടെ നമ്മൾ എടുക്കുക എസ് ഫൈ ആൻഡ് ഇസഡ്. ഓക്കെ, എസ് ഫൈ ആൻഡ് ഇസഡ് എന്നാണ് എടുക്കുക. അതിൻ്റെ അതായത് ഈ ഫിഗർ നിങ്ങൾ നോക്കുന്ന സമയത്ത് ഇപ്പോൾ ഇതിനകത്ത് കിടക്കുന്നൊരു ഫിഗർ ഇപ്പോൾ കാണുന്നുണ്ടാവും നിങ്ങൾ. ആ ഫിഗർ നിങ്ങൾ നോക്കിയാൽ അതിരിക്കുന്നത് റോ ഫൈ ഇസഡ് എന്നാണ്. പക്ഷേ ഈ റോ നിങ്ങൾ എന്തായിട്ട് വായിക്കുക? എസ് ആയിട്ട് വായിക്കുക. ഓക്കെ, ഇത് എസ് ആണ്, എസ് ഫൈ ആൻഡ് ഇസഡ്. അവിടെ കാണാൻ പാടുണ്ടാവും അല്ലേ? ഓക്കെ, അപ്പോൾ ഇനി ഇതെന്താണെന്ന് ഞാൻ ആദ്യം ഒന്ന് ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് വരച്ചിട്ട് പറയാം. Suppose we have okay x y
ഇസഡ്. ഇതിനകത്ത് ആക്ച്വലി എസ് മാത്രമേ ഉള്ളൂ ചിന്തിക്കാൻ, ബാക്കിയൊക്കെ എളുപ്പമാണ്. ഇവിടെ ഒരു പോയിൻ്റ് ഉണ്ട്. ഈ പോയിൻറ്റിനെ എനിക്ക് എന്ത് ചെയ്യണം? റെപ്രസെൻ്റ് ചെയ്യണം ഒരു പുതിയ കോർഡിനേറ്റ് സിസ്റ്റമായ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റത്തിൽ. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതിനകത്ത് ആദ്യം ഞാൻ എടുക്കുന്നത് എസ് എന്ന് പറയുന്ന കോർഡിനേറ്റ് ആണ്. എസ് എന്ന് പറഞ്ഞാൽ നമ്മൾ നേരത്തെ ആർ എടുത്ത് എവിടെ നിന്നായിരുന്നു? ഒറിജിനിൽ നിന്ന് പോയിന്റിലേക്കുള്ള ഒ ടു പി ഉള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ഒ മുതൽ പി വരെയുള്ള ഡിസ്റ്റൻസിനെയാണ് നമ്മൾ ആർന്നെടുത്തത്. ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നത് വെച്ചാൽ പിയിലേക്ക് ഇസഡ് ആക്സിസിൽ നിന്നുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ്, ഓക്കെ, ഇതെത്രയാണ്? 90 ഡിഗ്രി. ഈ ഡിസ്റ്റൻസിനെയാണ് ഞാൻ എന്തെന്ന് വിളിച്ചത്? എസ് എന്ന് വിളിച്ചത്. ഓക്കെ, അതായത് ഇസഡ് ആക്സിസിൽ നിന്ന് പിയിലേക്കുള്ള പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുക? എസ് എന്ന് വിളിക്കുക. ഓക്കെ, ഇനി അതേപോലെ ഇനിയുള്ളത് ഓക്കെ, അടുത്ത ഫൈ എന്ന് പറയുന്നത്, ഓക്കെ, ഫൈ എന്ന് പറയുന്നത് എക്സാക്ട്ലി നമ്മുടെ സ്ഫെറിക്കൽ പോളാറിലെ അതേ ഫൈ തന്നെയാണ്. സ്ഫെറിക്കൽ പോളാറിൽ പറഞ്ഞ അതേ ഫൈ തന്നെയാണ് ഇത്. ഓക്കെ, അത് നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും. ഇതാണ് എൻ്റെ പോയിൻ്റ്. ഈ ഡിസ്റ്റൻസ്, ഓക്കെ, ഫിഗറിൽ നോക്കുക, ഈ ഡിസ്റ്റൻസ് ആണ് എന്ത്? എൻ്റെ എസ്. അതേ ഡിസ്റ്റൻസ് തന്നെ ഇവിടെയും വരും, ശ്രദ്ധിച്ചാൽ നിങ്ങൾക്ക് മനസ്സിലാവും. അതേ ഡിസ്റ്റൻസ് തന്നെയാണ് ഇവിടെയും വരിക. ഓക്കെ, ആ ഡിസ്റ്റൻസിൽ ഈ പ്രൊജക്ഷൻ, നമ്മുടെ എക്സ് വൈ പ്ലെയിനിലെ പ്രൊജക്ഷൻ നമ്മുടെ എക്സ് ആക്സിസുമായിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളാണ് ഫൈ. അതേ ഫൈ തന്നെയാണ് ഇവിടുത്തെയും ഫൈ. ഇനി ഒന്നുകൂടിയുണ്ട്, എന്ത്? ഇസഡ് എന്ന് പറയുന്നൊരു കോർഡിനേറ്റ് ഉണ്ട്. ആ ഇസഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മുടെ കാർട്ടീഷ്യനിനകത്തെ അതേ ഇസഡ് തന്നെയാണ്. അതായത് ഇവിടെ എത്രയാണോ, ഇത് ഇസഡ് ആക്സിസ് ആണേ, ഇതിനകത്ത് എ ബി എൽ എന്നൊക്കെ കിടപ്പുണ്ട്, അത് നിങ്ങൾ കാര്യമാക്കണ്ട. ഓക്കെ, അപ്പം ഒറിജിനിൽ നിന്ന് ഈ മേളിലേക്കുള്ള ഹൈറ്റിനെയാണ് നമ്മൾ എന്തെന്ന് വിളിക്കുക? ഇസഡ് എന്ന് നമ്മൾ വിളിച്ചത്. ആ ഇസഡ് ആണ്. ഓക്കെ, ആ ഇസഡ് കോർഡിനേറ്റ് തന്നെയാണ് എന്ത്? ഇവിടുത്തെ ഇസഡ് കോർഡിനേറ്റ്. അപ്പോൾ ഇവിടുത്തെ അഡ്വാൻറ്റേജ് എന്താണെന്ന് വെച്ചാൽ എന്താണ്? നമുക്ക് ഏതാണ്ട് മറ്റേ കോർഡിനേറ്റ് സിസ്റ്റംസ് രണ്ടും അറിയാമെങ്കിൽ രണ്ട് സാധനങ്ങൾ ഈസിയായി. അപ്പം എസ് ഫൈ ഇസഡ്. എസ് എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? ഡിസ്റ്റൻസ്, പെർപെൻഡിക്കുലർ ഡിസ്റ്റൻസ് ഫ്രം ഇസഡ് ആക്സിസ്. ദെൻ ഫൈ എന്ന് പറഞ്ഞാൽ എന്താണ്? സെയിം ആസ് സ്ഫെറിക്കൽ കോർഡിനേറ്റ്. ആ ഡെഫിനേഷനൊക്കെ വേണമെങ്കിൽ ഇവിടെ എഴുതാം. ഇതെന്താണ്? സെയിം ആസ് കാർട്ടീഷ്യൻ. അങ്ങനെയാണെങ്കിൽ ഇവിടെ എനിക്ക് എന്തൊക്കെ കണ്ടുപിടിക്കാം? കൺവേർഷൻസ് കണ്ടുപിടിക്കാം. ഓക്കെ, എക്സ് കോർഡിനേറ്റ്, വൈ കോർഡിനേറ്റ്. ഓക്കെ, അപ്പോൾ ഞാനിവിടുത്തെ എക്സ് ഒന്ന് എഴുതാം. എക്സ് വൈ ഇസഡ്. ഇവിടെ നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും. ഈ ഫിഗർ ഒന്നുകൂടെ ഒന്ന് നോക്കിയാൽ മനസ്സിലാവും. ഇതെന്താണ്? എസ് ആണ്. ഇതും എന്ത് തന്നെയാണ്? ഇതും എക്സ് വൈ പ്ലെയിനിൽ അതിൻ്റെ പ്രൊജക്ഷൻ എന്ന് പറഞ്ഞാൽ അതെന്ത് തന്നെ ആയിരിക്കും? എസ് തന്നെ ആയിരിക്കും. ഈ എസ് എന്ന് പറയുന്ന ആൾ ഇവിടെ നോക്കുക. ഇപ്പം എസ് അതിൻ്റെ പ്രൊജക്ഷൻ ഫിഗറിനെക്കാട്ടും നല്ലത് വരയ്ക്കുന്നതായിരിക്കും അല്ലേ. ഇതാണ് നമ്മുടെ എസ് എന്ന് ഈ എസ് എന്ന് പറയുന്ന ആളുടെ, അല്ലെങ്കിൽ ഈ ആർ എന്ന് പറയുന്ന ഒരാളുണ്ട്, ആ ആറിൻ്റെ പ്രൊജക്ഷനാണിത്. ഓക്കെ, ഇത് ഇസഡ് ആക്സിസിൽ നിന്ന് പിയിലേക്കുള്ള ഡിസ്റ്റൻസ്, അതും എസ് ആയിരിക്കും, ഇതും എസ് ആയിരിക്കും. ഒന്ന് ആലോചിച്ച് നോക്കിയാൽ മതി, കിട്ടും. ഓക്കെ, അപ്പോൾ ഇത് എസ് ആണ്, ഈ ആംഗിൾ ഫൈ ആണ്. അങ്ങനെയാണെങ്കിൽ എക്സ് ആക്സിസ് എന്തായിരിക്കും? ഇത് എസ് കോസ് ഫൈ ആയിരിക്കും. ഇതെന്തായിരിക്കും? എസ് സൈൻ ഫൈ ആയിരിക്കും. ഓക്കെ, ഇസഡ് എന്ത് തന്നെ ആയിരിക്കും? ഇസഡ് തന്നെ ആയിരിക്കും. അപ്പോൾ നമുക്ക് ഇതിനകത്ത് ഇതിൻ്റെ കൺവേർഷൻസിനെ എനിക്ക് ഇങ്ങനെ എഴുതാം. എക്സ് ഈസ് ഈക്വൽ ടു എസ് കോസ് ഫൈ, വൈ ഈസ് ഈക്വൽ ടു എസ് സൈൻ ഫൈ, ആൻഡ് ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ് ഇറ്റ് സെൽഫ്. ഇറ്റ്സ് ടു സിമ്പിൾ. അപ്പോൾ നിങ്ങളിനി ചെയ്യേണ്ടത് ഫൈൻഡ് ദ റിവേഴ്സ് ഇക്വേഷൻസ്. ഓക്കെ, നേരെ തിരിച്ചുള്ളത്. എസ് ഈസ് ഈക്വൽ ടു വൈ ഈസ് ഈക്വൽ എസ് ഈസ് ഈക്വൽ ടു ഫൈ ഈസ് ഈക്വൽ ടു ഇസഡ് ഈസ് ഈക്വൽ ടു ഇസഡ്. അത് കണ്ടുപിടിക്കണ്ട. ദെൻ അതേപോലെ കറസ്പോണ്ടിങ് യൂണിറ്റ് വെക്റ്റേഴ്സ് എക്സ് ക്യാപ്പ്, ഫൈ ക്യാപ്പ് ആൻഡ് ഇസഡ് ക്യാപ്പ്. അതിനകത്ത് ഒരെണ്ണം ഞാൻ പറഞ്ഞുതരാം. ഇസഡ് ക്യാപ്പ് ആണ് എളുപ്പമുള്ളതൊക്കെ ഞാൻ പറഞ്ഞു. ബാക്കി നിങ്ങൾ ഇതെന്ത് ചെയ്യുക? ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ദെൻ ഇതിനകത്തെ സർഫസ് എലമെൻറ്റ്സ്, ലെങ്ത് എലമെൻറ്റ്, വോളിയം എലമെൻറ്റ്, ഇത്രയും കൂടെ ഒന്ന് കാൽക്കുലേറ്റ് ചെയ്ത് വെക്കുക. ഞാൻ അതിനകത്ത് അടുത്ത ക്ലാസ്സിൽ
ലൈൻ എലമെൻറ്റും ഡീറ്റെയിൽസും മാത്രം ഞാനൊന്ന് പറയാം, ബാക്കിയൊക്കെ അങ്ങനെ ഇരുന്നോട്ടെ. ഇവിടെ ഒരു വീഡിയോ ഉണ്ട്, ഞാൻ അതും കൂടെ ഒന്ന് കാണിച്ചൊന്ന് ജസ്റ്റ് ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാം. ഓക്കെ, കോൺസ്റ്റൻറ്റ് ആർ സർഫസ്, നിങ്ങളത് ഈ ഫിഗർ ഒന്ന് ശ്രദ്ധിച്ചോ. ഓക്കെ, ഇവിടെ നോക്കിയാൽ ഓക്കെ ആറ് കോൺസ്റ്റൻറ്റ്, ആറെന്ന് പറയുന്നത് എന്താണ്, നമ്മുടെ ഈ ഡിസ്റ്റൻസ് ആണ് സിലിണ്ടറിക്കൽ, അതായത് ഇസഡ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസ്. ആ ഇസഡ് ആക്സിസിൽ നിന്നുള്ള ഡിസ്റ്റൻസിനെ വേരി ചെയ്യുകയും ഓക്കെ, അല്ലെങ്കിൽ ഡിസ്റ്റൻസിനെ കോൺസ്റ്റൻ്റ് ആക്കി, ആർ അല്ലെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞതനുസരിച്ച് എസ് ആണ്, ആ എസ്സിനെ കോൺസ്റ്റൻ്റ് ആക്കിക്കൊണ്ട് ബാക്കി എല്ലാവരെയും വേരി ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്ത് കിട്ടും, ഐ ഗെറ്റ് നിങ്ങൾക്കത് ആ വീഡിയോ ഒന്ന് പ്ലേ ചെയ്യുമ്പോൾ മനസ്സിലാവും. അവിടെ ഒരു വെക്ടർ കറങ്ങുന്ന കാണാം നിങ്ങൾക്ക്, കണ്ടോ, അത് ഫുള്ള് കറങ്ങി അതിൻ്റെ മേളിലേക്കും വരുമ്പം ആ കിട്ടിയ സാധനമാണെന്ത്, ഒരു കോൺസ്റ്റൻറ്റ് ആർ ആയിട്ടുള്ള കോൺസ്റ്റൻറ്റ് എസ് ആയിട്ടുള്ള സർഫസ് നിങ്ങൾക്കൊരു സിലിണ്ടർ കിട്ടും. അതുകൊണ്ടാണ് ഇതിനെ സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇപ്പോൾ സിലിണ്ടറിക്കൽ സിമെട്രി ഉള്ള സ്ഥലങ്ങളിലൊക്കെ നിങ്ങൾക്ക് ഉപയോഗിക്കാം. അതായത് നിങ്ങൾ ഒരു ലെങ്ത് ഉള്ള വയറിന് ചുറ്റുമുള്ള ഇലക്ട്രിക് ഫീൽഡൊക്കെ ഒരു ഇൻഫിനിറ്റ്ലി ലോങ് വയറൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്, അവിടെയൊക്കെ സിലിണ്ടർ എടുക്കാറുണ്ട്. അതേപോലെ ഓക്കെ, ഇനി നമുക്ക് നോക്കാം. അടുത്തത് കോൺസ്റ്റൻറ്റ് ഫൈ, അതായത് ഫൈ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആക്കിയാൽ കിട്ടുന്നത് ഒരു പ്ലെയിൻ ആയിരിക്കും. ഓക്കെ, എന്ന് വെച്ചാൽ ബാക്കി രണ്ടുപേരെ ഇഷ്ടമുള്ള പോലെ വേരി ചെയ്യാം. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതായതുകൊണ്ട് ഞാൻ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല, ജസ്റ്റ് അതൊന്ന് കണ്ടാൽ മതി. കണ്ട ഫൈ സർഫസ് പല ഫൈക്കുള്ളതാണ്, ഇത് പല ഇസഡിനുള്ള ഓരോന്നും സർഫസുകളാണ്. കണ്ട, ഇത് മൊത്തം കൂടെ വേരി ചെയ്യുമ്പം, അതായത് 3 പ്ലെയിനുകളാണ്, ഒന്നൊരു സിലിണ്ടറിൻ്റെ കർവ്ഡ് സർഫസ്, ഒന്നൊരു പ്ലെയിന്, ദെൻ ഒന്നൊരു സിലിണ്ടർ. ഇത്രയും പേരും കൂടെ കട്ട് ചെയ്യുമ്പം കിട്ടുന്ന ആ കോമൺ പോയിൻറ്റിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, സിലിണ്ടറിക്കൽ കോർഡിനേറ്റ് സിസ്റ്റം എന്ന് വിളിക്കുന്നത്. ഇതേപോലെ സ്ഫെറിക്കൽ, നിങ്ങളൊന്ന് യൂട്യൂബിൽ നോക്കിയാൽ മതി, നിങ്ങൾക്ക് ഒരുപാട് ഇതിനകത്ത് എല്ലാം കിടപ്പുണ്ട്, ഡി സെഡ്, ഡി റോ ഡി ഫൈ. ഓക്കെ, നിങ്ങൾ യൂട്യൂബിലൊന്ന് നോക്കാമെന്നുണ്ടെങ്കിൽ ഇതിൻ്റെ 3 ഡയമെൻഷണൽ വീഡിയോസ് കിട്ടും. നിങ്ങളൊന്ന് സങ്കല്പിച്ചൊക്കെ ഒന്ന് മനസ്സിലാക്കി നോക്കുക, ഇത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ കൊണ്ട് നിർത്താം. ദെൻ